ഹായ് മക്കളെ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം MK. മക്കളെ, നമ്മുടെ SSLC എക്സാമിന് വേണ്ട എല്ലാ ചോദ്യങ്ങളും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് നാളെ വരാൻ ഉറപ്പിച്ചു പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും, അതായത് ക്രിസ്മസ് എക്സാമിന് വേണ്ട ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തൊട്ട് പുറകിലേക്കാണ്, അതായത് മുന്നോട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ പോകുന്നത്. അതായത് റിഫ്ലക്ഷൻ ആദ്യം എടുക്കും, അത് കഴിഞ്ഞ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയും, അത് കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ പറയും, അതായത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പറയും, അത് കഴിഞ്ഞ് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പറയും. ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. മക്കളെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. നിങ്ങൾ പരീക്ഷയുടെ തലേന്നായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. അപ്പോൾ ഈ ക്ലാസ്സിനെ നിങ്ങൾ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സാറ് പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ ഞാൻ പഠിച്ച കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയോ, അങ്ങനെ ഉറപ്പ് വരുത്തി. ഇപ്പൊ സാറ് അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇപ്പോൾ സാറ് പറയുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും സാറ് AC ജനറേറ്ററിനെ കുറിച്ചിന്റെ ഒരു കാര്യം, AC ജനറേറ്ററിനെ എങ്ങനെ DC ജനറേറ്ററേക്കാം ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, അയ്യോ അത് എനിക്കറിയില്ലല്ലോ, അത് ഞാൻ പഠിച്ചില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? അത് ഓടിപ്പോയി പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയേ ഈ ക്ലാസ്സിനെ സമീപിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചാപ്റ്റർ മുഴുവനായി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. മക്കളെ, ഈ ചാപ്റ്ററിൽ എന്താണ് പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? മക്കളെ, തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ് റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. കേട്ടോടാ, ഇറഗുലർ റിഫ്ലക്ഷനും. മക്കളെ, ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ക്വസ്റ്റ്യൻ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. നമുക്കറിയാം, ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പോകും? വന്ന് വീഴുന്ന അതേപോലെ തന്നെ തിരിച്ചു പോകും അല്ലേ? ഏത് ആംഗിളിലാണോ വന്ന് വീഴുന്നത് അതേ ആംഗിളിൽ തന്നെ തിരിച്ചു പോകും. അതാണ് റെഗുലർ റിഫ്ലക്ഷൻ. ഇറഗുലർ ആണെങ്കിലോ ഒരു പരുപരുത്ത, അതായത് ഗട്ടറുള്ള, അതായത് എന്താണ് അതായത് ഈവൻ അല്ലാത്ത, അതായത് നമ്മുടെ സ്മൂത്ത് അല്ലാത്ത സർഫസിൽ വന്ന് ലൈറ്റ് ഇടിക്കുമ്പോൾ അത് അതിന്റെ തോന്നിയപടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്തു പോവുക. അത്തരത്തിലുള്ള റിഫ്ലക്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. മക്കളെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇവിടുന്ന് പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് വേണമെങ്കിൽ പോയി കാണുക കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. അറിയാത്തവർ സാർ പറഞ്ഞത് അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതേ ക്ലാസ് തന്നെ ഞാൻ തന്നെ എടുത്ത ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയുന്നത്? മക്കളെ, 2 പോയിന്റുകൾ ചേർത്തതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന്, ഇൻസിഡന്റ് റേ. നമുക്കറിയാം, വന്നു വീഴുന്ന റേ, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, പിന്നെ ഇവിടേക്ക് വരയ്ക്കുന്ന ഒരു ലംബം, നോർമൽ. ഇവ മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും, ഒരേ തലത്തിലായിരിക്കും എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് പറയണം. അപ്പൊ എന്താണ്? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ആർ ഇൻ ദ സെയിം പ്ലെയിൻ. അതൊന്ന്. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം എന്താണെന്ന് പ്ലെയിൻ. ഒന്നാമത്തെ പോയിന്റ് അത് പറയണം. മക്കളെ, ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിൽ വരയ്ക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ വരയ്ക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R. ഇൻസിഡന്റ് ആംഗിളും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണെന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് പോകണം മക്കളെ? പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ സാർ അവിടെ പഠിക്കേണ്ടത്? നമ്മൾ എന്താ പഠിക്കേണ്ടത്? പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ. പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷൻ.
ഇമേജ് ഫോർമേഷൻ. മക്കളെ വളരെ വൃത്തിയായി അത് പഠിച്ചുകൊണ്ട് പോകണം. പ്ലെയിൻ മിറർ വരച്ച് കൃത്യമായി ഇട്ട ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അത് വേണ്ടവർ വീണ്ടും അത് ചെന്ന് കണ്ടിട്ട് വരിക. ഇതറിയാമെങ്കിൽ അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോകണം. പ്ലെയിൻ മിറർ എന്ന് വെച്ചാൽ നമ്മൾ മുഖം നോക്കുന്ന മിററാണ്. അപ്പൊ അതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ ടു ഒബ്സർവ് ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. പിന്നെ എന്താണ് ആ ഇമേജ് എങ്ങനെയൊക്കെ ആയിരിക്കും? നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ മുഖം നോക്കുന്ന കണ്ണാടിയിലേക്ക് ഡ്രസ്സിംഗ് ടേബിളിലില്ല കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ അതേ സൈസുള്ള, അതായത് നമ്മുടെ അതേ വലിപ്പത്തിലുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. പിന്നെ മിററിന്റെ പുറകിലാണ് ഒരു ഇമേജ് കിട്ടുക, ശരിയല്ലേ? പ്ലെയിൻ മിററിന്റെ അപ്പുറത്തായിരിക്കും നമുക്കൊരു ഇമേജ് കിട്ടുക. സോ അതെന്താണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ, ഇമേജിന്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ആ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? വെർച്വൽ ആണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ മിഥ്യാ പ്രതിബിംബമാണ്. ഏത് മിററിന്റെ കാര്യമാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്ലെയിൻ മിററിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയേണ്ടത്? വിർച്വൽ ഇമേജ് കൂടാതെ എന്താ പറയേണ്ടത്? ഒരേ സൈസ് ആണ് അല്ലെ? നമ്മുടെ അതേ വലിപ്പമുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പൊ സെയിം സൈസ് എന്ന് എഴുതണം. മൂന്നാമത്തെ പോയിന്റ് എന്തോ പറയണ്ടേ? തലയും കുത്തി നിൽക്കുന്നതാണോ നേരെ നിൽക്കുന്ന ഇമേജ് ആണോ നമുക്ക് കിട്ടുന്നത്? നേരെ നമ്മൾ തലയും കുത്തിയാണോ കണ്ണാടിക്കകത്ത് കാണുന്നത്? അല്ല, നേരെ നിൽക്കുന്ന ഇമേജ് ആണ്. അപ്പൊ എന്താണ്? ഇറക്റ്റ് ഇമേജ് ആണ്. ഇറക്റ്റ്, നിവർന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്തോ മക്കളെ പറയണ്ടേ? നാലാമത്തെ പോയിന്റ് എന്തോ പറയണ്ടേ? നമ്മൾ കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ഇമേജും അടുത്തേക്ക് നീങ്ങുന്നതായി കാണാം. നമ്മൾ കണ്ണാടിയിൽ നിന്നും പുറകിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇമേജും പുറകിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതായത് മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ഫ്രം എവിടുന്ന്? മിറർ. ആൻഡ് ഡിസ്റ്റൻസ് ടു ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ആർ എന്താണ്? സെയിം. അപ്പൊ ഈ 4 പോയിന്റുകൾ എഴുതി വെക്കണം മക്കളെ. ഈ 4 പോയിന്റുകളാണ് പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ. ക്ലിയർ ആണല്ലോ? അപ്പോ അത് നിങ്ങൾ ഉറപ്പായും പഠിച്ചുകൊണ്ട് പോകണം. അപ്പോ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കുക. റെഗുലർ റിഫ്ലക്ഷൻ, ഇറഗുലർ റിഫ്ലക്ഷൻ വായിച്ചുകൊണ്ട് പോകണം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചുകൊണ്ട് പോകണം. അതായത് അവിടെ ആംഗിൾ ഒക്കെ തരും, ഇതേ ഇങ്ങനെ തന്നിട്ട് ഈ ആംഗിൾ 30 ആണെന്ന് പറയും. അപ്പൊ ഇവിടെ ഇൻസിഡന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര എന്നൊക്കെ ചോദിക്കും. ദണ്ടേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല തന്നേക്കുന്നത്. IR ഒന്നും അവർ എഴുതി തരത്തില്ല നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി. അപ്പൊ 30 തന്നേക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല, ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിൽ വരയ്ക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ അത് 30 അല്ല, മൊത്തം 90 ആണ്. അപ്പൊ ഇത് എത്ര കിട്ടും മക്കളെ? 90 മൈനസ് 30. എത്ര കിട്ടുപടാ? 60 ഡിഗ്രി. കണ്ടോ? അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കണേ. അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ആ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് സാർ കിടക്കുകയാണ് മക്കളെ. അടുത്ത ടോപ്പിക്ക് ഇതാണ്ടടാ, നമ്പർ ഓഫ് ഇമേജസ്. മക്കളെ ചുരുക്കി പറഞ്ഞു തരുവാ, സൂപ്പറായിട്ട് പഠിക്കാം. ഇത് മാത്രം നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് മക്കളെ, 2 പ്ലെയിൻ മിററുകൾ എടുക്കുന്നു. ആ 2 പ്ലെയിൻ മിററുകൾക്കിടയിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് വെച്ചിരുന്നാൽ എത്ര ഇമേജ് ഉണ്ടാകും എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്തോ എഴുതുന്നേ? ആ ഇക്വേഷൻ ഉപയോഗിക്കണം. ഏതാണ്? 360/θ-1 കേട്ടോ. നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് സാർ? n is equal to 360/θ-1. എക്സാമ്പിളും കൂടെ പറഞ്ഞ് സാർ അടുത്ത ടോപ്പിക്കിലേക്ക് ചാടാം. ദാണ്ടേ ഇവിടെ ഈ 2 മിററുകൾ വെച്ചിരിക്കുന്നത് എത്ര ഡിഗ്രിയാണ്? ആ 2 മിററുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ കിട്ടി തീറ്റ 90 ഡിഗ്രി. തീറ്റ എന്ന് വെച്ചാൽ തിന്നുന്ന തീറ്റയാണോ? കാലിത്തീറ്റയാണോ? അല്ല, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിളിനെ സൂചിപ്പിക്കുന്നു, 90 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n is equal to 360/90-1. കണ്ടോടാ മക്കളെ. അപ്പൊ 0 വെട്ടി 36/9, 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തേ എത്ര കിട്ടും? 9 4 36, 9 × 4 36. അപ്പൊ 4 - 1 3 ഇമേജസ് കിട്ടും. നമ്മുടെ മനസ്സിലേക്ക് വരിക 2 ഇമേജ് എന്ന തെറ്റല്ലയോ? അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. സൂപ്പർ അല്ലേടാ. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണടാ. ഇത്തരത്തിൽ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്കാണ് അടിപൊളി സാധനം കോൺകേവ് മിററും കോൺവെക്സ് മിററും. പഠിച്ചോണേ. അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറർ കേവ്, അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറർ കോൺകേവ് മിറർ, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന മിറർ കോൺവെക്സ് മിറർ. മക്കളെ ആദ്യമേ ഇതിന്റെ യൂസസ് അങ്ങ് പഠിച്ചേക്കടാ.
ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഒരാളും പഠിപ്പിക്കാത്ത രീതിയിൽ, ഒരാളും ഡിസ്കസ് ചെയ്യാത്ത രീതിയിൽ. കാരണം എന്താ സാർ അങ്ങനെ പറയാൻ കാരണം എന്താ? അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. മിററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷനെ കുറിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം കോൺവെക്സ് മിററിൽ ഉണ്ടാകുന്ന ഇമേജ് ഫോർമേഷൻ വരെ ഓരോ പടം വരച്ച് വൃത്തിയായി പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കയറി കണ്ടു നോക്കണം കേട്ടോടാ. കോൺകേവ് മിററും കോൺവെക്സ് മിററും ഇമേജ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസസ് ആദ്യം അങ്ങ് പറയാം, ചിലപ്പോൾ കയറി ചോദിക്കാം. എടാ കോൺകേവ് മിറർ എന്ന് വെച്ചാൽ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന മിറർ. ദാണ്ടടാ ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഡെന്റിസ്റ്റ് ഡോക്ടർ പല്ല് നോക്കുന്ന ഡോക്ടർ ഏത് മിററാ ഉപയോഗിക്കുന്നത് ചോദിക്കാം. കോൺകേവ് മിറർ. പ്രോബ്ലവും ചോദിക്കാടാ മക്കളെ. ഒരു ഡെന്റിസ്റ്റ് ഇന്ന രീതിയിൽ പല്ല് നോക്കാനായിട്ട്, വായി നോക്കാനായിട്ട്, ഡെന്റിസ്റ്റ് ഒരാളുടെ വായി ഒബ്സർവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പല്ല് ഒബ്സർവ് ചെയ്യാനായിട്ട് മിറർ ഉപയോഗിക്കുന്നു. അതിന്റെ ഫോക്കൽ ലെങ്ത് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ എവിടെ ഒബ്ജക്റ്റ് വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഏത് മിററാണ് ഡോക്ടർ ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ. ഒരു സംശയവും വേണ്ട, വായിക്കകത്തല്ലേ നോക്കുന്നേ, വായിക്കകത്തോട്ട് കുഴിഞ്ഞിരിക്കുവല്ലേ. അപ്പൊ കുഴിഞ്ഞിരിക്കുന്ന മിറർ കേവ്, ഗുഹ അങ്ങനെ പഠിച്ചു വെക്കും മക്കളെ. കോൺകേവ് മിറർ തെറ്റിച്ചു പോകല്ലേ. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ, ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മിറർ കോൺകേവ് മിറർ. അതേപോലെ തന്നെ മേക്കപ്പ് മിറർ അതും എന്താണ്? കോൺകേവ് മിറർ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സാർ കോൺവെക്സ് മിറർ ഏതാണ് മക്കളെ? റിയർ വ്യൂ മിറർ. വാഹനങ്ങളുടെ പുറകിൽ നിന്നും വരുന്ന കാഴ്ച കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. പഠിച്ചോണേ, വാഹനങ്ങളുടെ പുറകിൽ നിന്നും വരുന്ന കാഴ്ച കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിററാണ് കോൺവെക്സ് മിറർ. അപ്പൊ കോൺവെക്സ് മിറർ വാഹനങ്ങളുടെ, നമ്മൾ റിയർ വ്യൂ മിറർ എന്ന് പറയത്തില്ലേ, ആ മിറർ കോൺവെക്സ് മിറർ ആണ്. ഓർത്തു വെച്ചിരിക്കണം. എന്തുകൊണ്ട് കോൺവെക്സ് മിറർ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു? അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ്. അതായത് വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റിലെയും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അങ്ങനെ ഓർക്കുക, അതിനെയാണ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ആ മിററിന്റെ യൂസസ് നിങ്ങൾ പഠിച്ചു വെക്കുക മക്കളെ. പിന്നെ കോൺകേവ് മിറർ കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. നിങ്ങൾ ആ ഇമേജ് ഫോർമേഷൻ നിങ്ങൾ പഠിച്ചുകൊള്ളണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എടാ കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന ഇമേജസിന്റെ പ്രത്യേകതകൾ: റിയൽ ആയിട്ടുള്ള ഇമേജും ഉണ്ടാക്കും, വെർച്വൽ ആയിട്ടുള്ള ഇമേജും ഉണ്ടാക്കും. പഠിക്കണേടാ മക്കളെ. കോൺകേവ് മിറർ കുറെ റിയൽ ഇമേജസ് ഉണ്ടാക്കും, വെർച്വൽ ഇമേജും ഉണ്ടാക്കും, മിഥ്യാപ്രതിബിംബവും ഉണ്ടാക്കും, യഥാർത്ഥ പ്രതിബിംബവും ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ സാർ ഒരു അടിപൊളി സാധനം പറഞ്ഞു തരട്ടെ. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഓൾവേസ് വെർച്വൽ ഇമേജ്. കോൺവെക്സ് മിറർ എപ്പോഴും വെർച്വൽ ഇമേജേ ഉണ്ടാക്കുള്ളൂ. എന്നാൽ കോൺകേവ് മിററാണ് പഠിപ്പിക്കുന്നത്. കോൺകേവ് മിറർ എപ്പോഴും റിയലും ഉണ്ടാക്കും, പിന്നെന്തും ഉണ്ടാക്കും? വെർച്വലും ഉണ്ടാക്കും. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വെർച്വൽ ഇമേജ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? പരീക്ഷയ്ക്ക് തരും. ഒരു മിറർ ഉണ്ടാക്കിയ ഇമേജ് ആണ് എന്താണ് ഈ തന്നിരിക്കുന്നത്. ഇതൊരു വെർച്വൽ ഇമേജ് ആണ്. ഇത് കോൺകേവ് ഉണ്ടാക്കിയതാണോ കോൺവെക്സ് ഉണ്ടാക്കിയതാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം വരുമല്ലോ. ഷടാ, കോൺകേവ് മിററും വെർച്വൽ ഇമേജ് ഉണ്ടാക്കും, കോൺവെക്സ് മിററും വെർച്വൽ ഇമേജ് ഉണ്ടാക്കും. ഇതിലേതാണ് ശരി? മക്കളെ ശ്രദ്ധിച്ചിരുന്നോണം. കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും, ശ്രദ്ധിച്ചിരിക്കുക, എപ്പോഴും എൻലാർജ്ഡ് ആയിരിക്കും. എൻലാർജ്ഡ്, അതായത് ബിഗ് സൈസ്. അതാണ് ട്രിക്ക്. ബിഗ് സൈസ്, ഒബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും. അപ്പൊ കോൺകേവ് ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് ആണെങ്കിൽ അവൻ ഒബ്ജക്റ്റിനേക്കാൾ വലിയ സൈസ് ഉള്ള ഇമേജ് ആയിരിക്കും. എന്നാൽ കോൺവെക്സ് ഉണ്ടാക്കുന്ന, അവൻ വിർച്വൽ അല്ലേ ഉണ്ടാക്കത്തുള്ളൂ, അവൻ ഉണ്ടാക്കുന്ന ഇമേജ് എപ്പോഴും എന്തായിരിക്കും? സ്മോൾ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിമിനിഷ്ഡ്.
എന്നൊക്കെ പറയാം, ഇത് മാഗ്നിഫൈഡ് എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് എൻലാർജ് ആയിരിക്കും, കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന വിർച്വൽ ഇമേജ് സ്മോൾ സൈസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്നും പഠിച്ചുകൊണ്ട് പോകണേടാ, അവിടെ നിന്നും പഠിച്ചുകൊണ്ട് പോകണേടാ. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിൽ പിന്നെ എന്താണ് സാർ പഠിക്കേണ്ടത്? സാർ പിന്നെന്താണ് പഠിക്കേണ്ടത്? ഇന്നാ പിടിച്ചോ മിറർ ഇക്വേഷൻ, മിറർ ഫോർമുല, അടിപൊളി സാധനം. 1/f is equal to 1/u plus 1/v. പിടിച്ചോ, 1/f is equal to 1/u plus 1/v. അടിപൊളിയായിട്ട് പഠിക്കണം. ഇത് പഠിച്ചോണ്ടേ പോകാവുള്ളൂ. ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചിരിക്കും. എന്താണ് എഫ്? ഫോക്കൽ ലെങ്ത് കേട്ടോ, ഫോക്കൽ ലെങ്ത്. എന്താണ് യു? പഠിച്ചോണേടാ, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. എന്തുവാ? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. എവിടെ നിന്ന്? പോളിൽ നിന്ന്. മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് യു. അപ്പൊ വി എന്തുവാ? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് അതിനെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പഠിച്ചുകൊള്ളണേ. ഇതിനൊരു സിമ്പിൾ ഇക്വേഷൻ, ഈ 1/f എടുക്കുന്നതിന് പകരം ഇങ്ങനെ എഴുതാടാ, f is equal to uv/u plus v. ദാ പിടിച്ചോ, സൂപ്പർ ഇക്വേഷൻ. ദാ പിടിച്ചോ. ഇങ്ങനെയൊക്കെ എഴുതി പഠിച്ചോണ്ടല്ലോ ഈ സാധനം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ല ക്ലിന്നും കാച്ചിയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയെത്തും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണേ, മിറർ ഫോർമുല പഠിക്കണേ, പ്രോബ്ലം ചോദിക്കുവേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഫോക്കൽ ലെങ്ത് പറയുന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസിന്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അപ്പൊ f is equal to r/t കേട്ടോ. f is equal to r/2. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ r is equal to 2f. ഈ ഒരു ഇക്വേഷൻ ഒക്കെ പഠിക്കണേ മക്കളെ. ഇതൊക്കെ ചോദിക്കണം. ചെറിയ സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും. അടിപൊളിയായിട്ട് പഠിച്ചോണം. അങ്ങനെയാണെങ്കിൽ സാർ ഇനി ഞങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്? പ്രോബ്ലത്തിന് വരുന്ന എന്താണ് സാർ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഇന്നാ പിടിച്ചോ, m is equal to hi/ho. എന്തുവാ സാർ എഴുതി വെച്ചിരിക്കുന്നത്? എം എന്തുവാ സാറേ? എമ്മിന്റെ പേരാണ് മാഗ്നിഫിക്കേഷൻ. പഠിക്കണേ മക്കളെ. ആവർത്തനം. എന്താണ് മാഗ്നിഫിക്കേഷൻ? നമുക്ക് നൽകുന്ന വിവരം. മാഗ്നിഫിക്കേഷനിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു ഇമേജിന്റെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഇമേജ് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ചെറുതാണ്, എങ്ങനെയുള്ള ഇമേജ് ആണ്, ഇതിനെല്ലാം നമുക്ക് ഒറ്റയാളെ അറിഞ്ഞാൽ മതി. അവന്റെ പേരാണ് മാഗ്നിഫിക്കേഷൻ. അവനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് hi/ho. hi എന്തുവാ? ഹൈറ്റ് ഓഫ് ദി ഇമേജ്. പിടിച്ചോ. ho എന്തുവാ? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. പിടിച്ചോണേ, ക്യാച്ച് ചെയ്തോണേ മക്കളെ. ഇത് ചോദിക്കും കേട്ടോ. ഇത് ഉറപ്പായും ചോദിക്കും. എഴുതി വെച്ചോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കായംകുളത്തെ ബ്രൈറ്റ് അക്കാഡമിയിൽ വന്ന് എന്നെ പരസ്യമായി തല്ലാവുന്നതാണ്. മാഗ്നിഫിക്കേഷൻ ചോദിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ആണ് -v/u. ഇതും പഠിച്ചോ. -v/u. ആരും അങ്ങോട്ടൊന്നും വരില്ലേ, ഞാൻ അവിടെ കാണത്തില്ല കേട്ടോ. അവിടുത്തെ പ്രിൻസിപ്പളായ നിങ്ങളുടെ പ്രിയങ്കരനായ ദീപു സാർ മാത്രമേ അവിടെ കാണത്തുള്ളൂ. എന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ ഉപദ്രവിക്കാം? ദീപു സാറിനെ ഉപദ്രവിക്കാന്നാണ്. ഓക്കെ, യെസ്, -v/u. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, മറ്റൊരു ഇക്വേഷനും കൂടെ പഠിക്കടാ. -v/u. v എന്തുവാ? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. u എന്തുവാ? ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഇനിയാണ് സാർ പൊളപ്പൻ സാധനം പറയാൻ പോകുന്നത്. സാർ എങ്ങനെയാണ് സാർ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതിലൂടെ അത് എങ്ങനെയാണ് ആ ഇമേജിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ള അറിവ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഇതാ പിടിച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്, നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ആ ഇമേജ് റിയൽ ആയിരിക്കും, ആ ഇമേജ് ഇൻവെർട്ടഡ് ആയിരിക്കും. പഠിച്ചോണം, അടിപൊളിയായിട്ട് പഠിച്ചോണം, തെറ്റരുത്. നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആയിരിക്കും, ഇൻവെർട്ടഡ് ആയിരിക്കും. പഠിച്ചോണം. ഇനി ആ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ്. റിയലിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? വിർച്വൽ ആയിരിക്കും. ഇൻവെർട്ടഡിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ഇറക്റ്റ് ആയിരിക്കും. കണ്ടോ? യെസ്, ഇൻവെർട്ടഡ്. ഇവിടെ എന്തുവാണ്? ഇറക്റ്റ്. യെസ്, സൂപ്പർ ആയിട്ട് പഠിച്ചോണം. ഇതൊക്കെ അടിപൊളി സാധനമാ സാർ തരുന്നേ. പഠിച്ചോണം. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ റിയലും ഇൻവെർട്ടഡും, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ വിർച്വലും ഇറക്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് 1 ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 1 എന്ന് കിട്ടുക. അപ്പൊ എന്തായിരിക്കും? ഇമേജും ഒബ്ജക്റ്റും സെയിം സൈസ് ആയിരിക്കും സാർ. 1 അല്ലേ? 1 എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ സൈസ് തന്നെയായിരിക്കും ഇമേജിന്റെ സൈസ്.
മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടുന്നത് 1-നേക്കാൾ കൂടുതലാണെങ്കിലോ ആരുടെ സൈസ് കൂടുതലായിരിക്കും? സൈസ് ഓഫ് ഇമേജ് കൂടുതലായിരിക്കും. ആരേക്കാൾ? സൈസ് ഓഫ് ഒബ്ജക്റ്റ്. പഠിച്ചോണേ മക്കളെ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1-നേക്കാൾ ചെറിയ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ സൈസ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. 1-നേക്കാൾ ചെറുതല്ലേ, അപ്പൊ ഇമേജിന്റെ സൈസും എന്തായിരിക്കും? ചെറുതായിരിക്കും. ഈ സാധനങ്ങളൊക്കെ സൂപ്പറായിട്ട് പഠിച്ചോണേ മക്കളെ. ഇതൊക്കെ ചോദിക്കും, ഉറപ്പായും ചോദിക്കും. ഇത്രയും പഠിച്ചാൽ നമ്മുടെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് കഴിഞ്ഞു. അപ്പൊ സാറ് വളരെ ചുരുക്കിയാണ് പഠിപ്പിച്ചതെങ്കിലും എല്ലാ പോയിന്റിൽ നിന്നും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സാർ പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ചോദിക്കത്തുള്ളൂ. ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നും കാണാൻ സാധിക്കത്തില്ല മക്കളെ. ഇത്രയും നിങ്ങൾ വളരെ 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 ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ട് പോകണം? പഠിച്ചു കൊണ്ടുപോകണം. നമ്മുടെ ചാനലിൽ തന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് ഇട്ടുണ്ട്. ആവശ്യമുള്ള സംശയങ്ങളുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് വെച്ച് കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം? 3-ാമത്തെ ചാപ്റ്റർ. നമ്മൾ പുറകിൽ നിന്ന് മുന്നിലേക്കാണ് പോകുന്നത്. 3-ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ അതിന്റെ തൊട്ട് മുന്നിലത്തെ ചാപ്റ്റർ, വളരെ വലിയ ചാപ്റ്റർ, ഇതാ പിടിച്ചോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 3-ാമത്തെ ചാപ്റ്റർ. ഇത് ഒരു കൊലകൊമ്പൻ ചാപ്റ്റർ ആണ്. ഇവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. സോ ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണം. പഠിക്കാത്തവർ അത് പോയി പഠിച്ചു മാറ്റിയേക്കണം കേട്ടോ. ഞാൻ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് പറയുന്ന പോലെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പഠിച്ചേക്കാം. അത് പഠിക്കുമ്പോൾ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF എന്നും കൂടെ പഠിക്കുക കേട്ടോ. ഇൻഡ്യൂസ്ഡ് EMF എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണെന്നും കൂടെ. ഇത് ഹയർ സെക്കൻഡറി ലെവലാണ്, പക്ഷേ എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി സാർ പറയുന്നതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം സോളിഡ് ബോഡിനകത്തുള്ള മാഗ്നറ്റ് ചലിപ്പിക്കുന്നു. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നു. അതിന്റെ ഫലമായ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. Whenever there is a change in magnetic flux linked with a coil, an EMF is induced in it. അല്ലേ? ആ പ്രതിഭാസമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതേപോലെ തന്നെ അവിടെ നിങ്ങൾ പഠിക്കേണ്ട റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ അല്ലേടാ? ആ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് പോകണം? പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അവിടെ നമ്മൾ ആ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡ് റൂൾ അറിയാലോ. 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. ഇതേപോലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുണ്ട് മക്കളെ? പഠിക്കാനായിട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ AC DC തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോണ്ട് പോകണം. ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ട്. ഗ്രാഫ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതണ്ട് ഇങ്ങനെയാണ് AC-യുടെ ഗ്രാഫ് വരിക അല്ലെ? വൃത്തിയായിട്ട് വരച്ചു പഠിക്കുക. DC ജനറേറ്റർ ആണെങ്കിൽ ഇങ്ങനെ വരും. ഇത് DC ആണ്. ഇനി DC ബാറ്ററി ആണെങ്കിൽ ഇങ്ങനെ വരും. ഇത് DC ബാറ്ററി അല്ലെങ്കിൽ സെൽ, അതിനകത്തുനിന്ന് വരുന്ന കറണ്ട് ആണ്. ഈ 3 ഗ്രാഫുകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് AC DC എന്താണെന്ന് നിങ്ങൾ പഠിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് AC ജനറേറ്റർ. കൊലകൊമ്പൻ സാധനമാണ്. സൂപ്പർ ആയിട്ട് പഠിക്കണം. അടിപൊളിയായിട്ട് ഇത് പഠിച്ചിരിക്കണം. AC ജനറേറ്റർ. AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഏതൊരു ഡിവൈസ് പഠിച്ചാലും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം പഠിച്ചു വെച്ചേക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചാണ് AC ജനറേറ്റർ എന്ന് പറയുന്ന ഈ ഡിവൈസ് എന്ത് ചെയ്യുന്നത് മക്കളെ? പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഗ്രാഫ് കണ്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കണ്ടോ? ഇങ്ങനെ ഡയറക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക. മനസ്സിലായല്ലോ? ഇവിടെ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഇതിൽ ഏതൊക്കെ ആംഗിളിലാണ് മാക്സിമം EMF ഉണ്ടാകുന്നത്? നോക്കിക്കേ, 90 ഡിഗ്രിയും 270 ഡിഗ്രിയും. അപ്പൊ 90 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി ഈ 2 ആംഗിളിലാണ് എന്തുണ്ടാകുന്നത്? മാക്സിമം EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. AC ജനറേറ്ററിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. AC ജനറേറ്റർ എന്തുവാ ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ എനർജി കൺവേർഷൻ എല്ലാം AC ജനറേറ്ററിനെ കുറിച്ചാണ്. AC ജനറേറ്ററിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. AC ജനറേറ്ററിന്റെ എനർജി കൺവേർഷൻ എന്തുവാ? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി അടുത്ത പോയിന്റ് എന്തായിട്ട് പറയാം? AC ജനറേറ്ററിന്റെ തന്നെ മറ്റൊരു കാര്യമാണ് AC ജനറേറ്റർ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി. ഈ ജനറേറ്റർ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസി എത്രയാണ്? ഇന്ത്യയിൽ എത്ര ഫ്രീക്വൻസിയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? 50 ഹെർട്സ്.
എന്താണ് ഈ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലെ. ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ഫുൾ റൊട്ടേഷനാണ്. അത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു, ആ ജനറേറ്റർ എത്ര പ്രാവശ്യം കറങ്ങിയിട്ടാണ് നമ്മുടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്, അതിനെയാണ് ഫ്രീക്വൻസി. നമ്മുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് അറിയാം AC ജനറേറ്ററിന്റെ പാർട്സ് വരയ്ക്കാൻ ചോദിക്കാം മക്കളെ. ഇതെന്തുവാടാ? ഫീൽഡ് മാഗ്നറ്റ്, നടുക്ക് എന്തുവാടാ? ആർമേച്ചർ, പിന്നെന്തുവാടാ? സ്ലിപ്പ് റിംഗ്സ്, പിന്നെന്തുവാടാ? ഗ്രാഫൈറ്റ് ബ്രഷ്. കണ്ടോ, ഇത്രയാണ് AC ജനറേറ്ററിന്റെ പാർട്സ് എന്ന് പറയുന്നത്. എടാ മക്കളെ, ഇതൊക്കെ സൂപ്പർ ആയിട്ട് സാർ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. AC ജനറേറ്ററിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സാർ ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം പറഞ്ഞു പോകുന്ന ക്ലാസ് ആണ്. അപ്പോൾ അതിന്റെ അനുസരിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ AC ജനറേറ്ററിനെ എങ്ങനെ DC ജനറേറ്റർ ആക്കി മാറ്റാം, AC ജനറേറ്ററിനെ DC ജനറേറ്റർ ആക്കുന്നത് നോക്കിക്കേ. പടം ഒന്ന് നോക്കിക്കേ മക്കളെ. പടം തന്നിട്ട് ചോദിക്കും ഇത് DC ജനറേറ്റർ ആണോ AC ജനറേറ്റർ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും. എടാ AC ജനറേറ്ററിനെ DC ജനറേറ്റർ ആക്കാൻ രണ്ടേ ഈ റിംഗ് എന്തുവാ? ഇവിടെ 2 റിംഗ് ഉണ്ടടാ. ഈ 2 റിംഗിനെ ഇവിടെ വിളിക്കുന്ന പേരെന്താടാ? സ്ലിപ്പ് റിംഗ്സ്. സ്ലിപ്പ് റിംഗ്സ്. എന്നാൽ ഞാൻ ഇവിടെ ഒറ്റ റിംഗേ ഉപയോഗിച്ചുള്ളൂ. അത് എന്ത് റിംഗ് ആടാ? സ്പ്ലിറ്റ് റിംഗ്സ്. അപ്പൊ AC ജനറേറ്ററിനെ DC ജനറേറ്റർ ആക്കാൻ എന്ത് റിംഗ് ഉപയോഗിക്കുക? സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുക. കണ്ടോ മക്കളെ? അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. DC ജനറേറ്റർ ആണെങ്കിൽ പുറത്ത് വരുന്ന ഔട്ട്പുട്ട് DC ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ AC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി വെക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സാർ പഠിക്കേണ്ടത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ അറിയാലോ. അടുത്തടുത്തിരിക്കുന്ന 2 കോയിൽ, ഒരു കോയിലൂടെ കറണ്ട് പോകുന്നതിന്റെ ഫലമായി അവിടെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറി കോയിലിന് കിട്ടുന്നു. അതിന്റെ ഫലമായി സെക്കൻഡറി ഫ്ലക്സിന് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നതിന്റെ ഫലമായി അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു അല്ലെ. ഓർമ്മയുണ്ടല്ലോ. അപ്പോ ഒരു when there is a change in current in the primary coil and EMF is induced in the secondary coil. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. ട്രാൻസ്ഫോമർ ഇപ്പൊ ഏത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ എത്ര തരത്തിലുണ്ട് മക്കളെ? 2 തരത്തിൽ. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ്. ഓർമ്മയുണ്ടല്ലോ. സ്റ്റെപ്പ് അപ്പ്. പിന്നെന്താണ്? സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇങ്ങനെ 2 തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. എന്ത് ഈ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ AC വോൾട്ടേജ്. AC വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരാണെന്ത്? ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടുന്നു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയ്ക്കുന്നു. ഓർത്ത് വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൈമറി സെക്കൻഡറി ഒക്കെ ഓർത്ത് വെച്ചിരിക്കട്ടോ. അപ്പൊ ജസ്റ്റ് സ്റ്റെപ്പ് അപ്പ് മാത്രം ഞാൻ ജസ്റ്റ് സ്പീഡിൽ ഒന്ന് പറഞ്ഞേക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ വോൾട്ടേജ് കൂട്ടും. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവുമായിരിക്കും. അപ്പൊ VS, ഇത് VP, ഇത് NS, ഇത് NP, ഇവിടെ IS, ഇവിടെ IP ആണോ ഇല്ലയോ? അപ്പോ സ്റ്റെപ്പ് അപ്പ് ആണ്. ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്. സ്റ്റെപ്പ് അപ്പിൽ VS ഗ്രേറ്റർ ദാൻ VP ആയിരിക്കും. എന്താ? സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, അതുകൊണ്ട് സെക്കൻഡറിയിലെ വോൾട്ടേജും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ NS ഗ്രേറ്റർ ദാൻ NP എന്നും കൂടെ ഓർത്ത് വെച്ചേക്കണം. അപ്പോ എവിടെ വോൾട്ടേജ് കൂടുന്നു അവിടെ കറണ്ട് എന്ത് ചെയ്യും? കുറയും. IS ലെസ് ദാൻ IP. ഇതൊക്കെ സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ പോയി കാണുക. ഓക്കെ, അതിന്റെ നേരെ തിരിച്ചിട്ടാൽ അതെന്ത് ട്രാൻസ്ഫോമർ ആയിട്ട് മാറും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ട 2 പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. NS/NP = VS/VP. കേട്ടോടാ. NS/NP = VS/VP. ഓക്കെ, VS/VP. നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ. അതേപോലെ പഠിക്കേണ്ടതാണ് VS/VP = IP/IS. ഇതെന്തൊക്കെ തമ്മിലുള്ള കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ആണ്? കറണ്ടും വോൾട്ടേജും. അപ്പോ വോൾട്ടേജ് അതായത് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ആണെങ്കിൽ മോളിൽ S വരുമ്പോൾ ഇപ്പുറത്ത് S. കണ്ടോ? ഇവിടെ NS, ഇവിടെ VS, ഇവിടെ NP, ഇവിടെ VP. നേരെ ഓക്കെയാണ്. എന്നാൽ കറണ്ട് വോൾട്ടേജ് തമ്മിലാണെങ്കിൽ ഇവിടെ S വരുമ്പോൾ ഇവിടെ P, ഇവിടെ P വരുമ്പോൾ ഇവിടെ S. അതൊന്ന് ഓർത്ത്. ഈ 2 ഇക്വേഷനിൽ നിന്നും ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് വെച്ച് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കും. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ് മക്കളെ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു കോയിലൂടെ കറണ്ട് പോകുമ്പോൾ ആ കോയിലിൽ തന്നെ ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെ. അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുന്നതിന്റെ ഫലമായി കറണ്ട് ചേഞ്ച് ചെയ്യും. AC ആയിരിക്കണം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കണം. അപ്പൊ കറണ്ട് ചേഞ്ച് ആവും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. അതിന്റെ ഫലമായി അതേ കോയിലിൽ തന്നെ ഒരു ബാക്ക് EMF ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ സെൽഫ് ഇൻഡക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഇൻഡക്ടർ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. റെസിസ്റ്റർ
or inductor, which is good, which is most useful? ഇൻഡക്ടർ ആണോ റെസിസ്റ്റർ ആണോ നല്ലത് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതി വെക്കാൻ പോകുന്നത്? ഇൻഡക്ടർ ആണെന്നായിരിക്കണം കേട്ടോ. കാരണം റെസിസ്റ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എനർജി ലോസ് ആണ് അല്ലെ. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എനർജി, ഇലക്ട്രിക്കൽ എനർജി ലോസ് ആയി പോവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോ റെസിസ്റ്റർ ആണോ ഇൻഡക്ടർ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇൻഡക്ടർ ആണ് നല്ലത്. കാരണം എന്താ? ഇൻഡക്ടർ എന്തേ പ്രൊഡ്യൂസ് ചെയ്തില്ല? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ല, ഹീറ്റ് എനർജി ഉണ്ടാകുന്നില്ല. എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എവിടെ മാത്രമേ ഉള്ളൂ? റെസിസ്റ്ററിൽ മാത്രമേ ഉള്ളൂ. റെസിസ്റ്ററിനേക്കാൾ നല്ലത് ആരാണ്? ഇൻഡക്ടർ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ സാർ പഠിക്കേണ്ടത്? പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനം ഉണ്ടടാ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ കേട്ടോ, പഠിച്ചോണേ. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് വെച്ചാൽ മൈക്ക്, അതല്ല അതിന്റെ പാർട്സ് ഒക്കെ അറിയാലോ. ഡയഫ്രം ഉണ്ടായിരിക്കും, ഡയഫ്രത്തിൽ വന്ന് സൗണ്ട് വേവ്സ് വന്ന് ഇടിക്കും. ഇപ്പൊ ഡയഫ്രം കിടന്ന് അനങ്ങാൻ തുടങ്ങും. ഡയഫ്രത്തോട് ചേർത്ത് എന്തുണ്ട്? വോയിസ് കോയിൽ ഉണ്ട് അല്ലെ. ഫ്രണ്ടിൽ ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും, ഡയഫ്രത്തോട് ചേർത്താണ് വോയിസ് കോയിൽ ഇരിക്കുന്നത്. വോയിസ് കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിന് ചുറ്റുമാണ്. ശരിയാണോ? ആണ്. അപ്പോ വോയിസ് കോയിൽ ഇരുന്ന് മാഗ്നറ്റിന് ചുറ്റും വരുന്ന അനങ്ങുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. അതിന്റെ ഫലമായി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അങ്ങനെ സൗണ്ട് സിഗ്നലുകൾ, ഇവിടെ വന്ന് ഇടിക്കുന്ന സൗണ്ട് സിഗ്നലുകൾ, സൗണ്ട് വേവ്സ് എന്തായിട്ട് മാറും? സൗണ്ട് സിഗ്നൽ എന്തായിട്ട് മാറും? ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് മാറും. അപ്പോ എന്താണ് മൈക്രോഫോൺ എന്നുള്ളത് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ഫ്രണ്ടിൽ ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും, വോയിസ് കോയിൽ ഉണ്ടായിരിക്കും, മാഗ്നറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. മൈക്രോഫോൺ ഏത് തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്ത് എനർജി ആക്കി മാറ്റുന്നു? സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട്. ഓക്കെ ആണല്ലോ. ഈ മൈക്രോഫോണിൽ നിന്ന് വരുന്ന ആ സിഗ്നലുകൾ എവിടേക്കാണ് കൊടുക്കുന്ന? ആദ്യം ആംപ്ലിഫയർ എന്തുവാ ചെയ്യുന്നത്? സ്ട്രെങ്തൻ ദ ഇലക്ട്രിക് സിഗ്നൽസ്. ഇലക്ട്രിക് സിഗ്നലുകളുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു മക്കളെ? കൂട്ടുന്നു കേട്ടല്ലോ. അതൊക്കെ സാർ എടുത്തു തന്നിട്ടുണ്ട്, കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം. ഇതൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് പവർ ട്രാൻസ്മിഷനെ കുറിച്ചാണ് മക്കളെ. പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ടത് എന്താണ്? പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പവർ സ്റ്റേഷനുകളിലാണ്. പവർ സ്റ്റേഷൻ അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യും. അങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്ത് എന്തിലൂടെ അത് വിതരണം ചെയ്യുന്നത്? കിറ്റിനകത്ത് വാരിക്കൊണ്ട് വരുവാണോ? കറണ്ട് അല്ല, ഇലക്ട്രിക് ലൈനിലൂടെയാണ്. ആ ലൈനിലൂടെ കറണ്ടാ പോകുന്നത്. കറണ്ട് പോകുമ്പോൾ അവിടെ കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എനർജി ലോസ് ആണ്. ശരിയല്ലേ? അപ്പൊ എനർജി ലോസ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കാം. ശ്രദ്ധിച്ചോ? എന്താണ്? വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കാം. അപ്പൊ വോൾട്ടേജ് കൂട്ടണമെങ്കിൽ പവർ സ്റ്റേഷനിൽ ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. വെരി ഗുഡ്, പഠിച്ചോണം കേട്ടോ. അപ്പൊ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വോൾട്ടേജ് കൂട്ടാൻ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 11 kV ആണ്. 11,000 വോൾട്ട് ആണ്. 11,000 വോൾട്ട് ആണ് 11 kV എന്ന് പറയും. ആ വൈദ്യുതി 11 kVയിൽ നിന്നും ഉയർത്തും. 11 kV സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 220 kV ആയിട്ടും 400 kV ആയിട്ടും, അതായത് എത്ര ദൂരത്തേക്ക് വിതരണം ചെയ്യുന്നു അതിനനുസരിച്ച് ഇതിന്റെ വോൾട്ടേജ് ശരിക്കും അങ്ങ് കൂട്ടും. വോൾട്ടേജ് കൂട്ടുന്ന എന്തിനാ? ഓട്ടോമാറ്റിക്കലി കറണ്ടിന്റെ അളവ് അങ്ങ് കുറയ്ക്കാനാ. കറണ്ട് എന്തിനാ കുറയ്ക്കുന്നത്? H=I²RT ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാ മക്കളെ. I കുറച്ചാൽ ഹീറ്റ് അങ്ങ് കുറയും, കറണ്ട് കുറച്ചാൽ ഹീറ്റ് ശരിക്കും കുറയും. അപ്പൊ ഹീറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ എനർജി ലോസ് സംഭവിക്കത്തില്ല. ഇങ്ങനെ നഷ്ടപ്പെടുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ലോസ്, പവർ ലോസ്, ട്രാൻസ്മിഷൻ ലോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇത് തടയാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പഠിച്ചോണം. പരീക്ഷയ്ക്ക് ചോദിക്കും. വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കുക, ട്രാൻസ്മിഷൻ ലോസ് തടയാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് 400 kVയും 220 kVയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ല, നമ്മുടെ വീട്ടിൽ വെറും 220 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് മതി അല്ലെ. 230 വോൾട്ട് മതി. അപ്പൊ എന്താ ചെയ്യണ്ടേ? വോൾട്ടേജ് കുറയ്ക്കണം. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, വിതരണ ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ്
ഡൗൺ ട്രാൻസ്ഫോമർ ആണ്, ഓർത്ത് വെച്ചേക്കണം. വിതരണ ട്രാൻസ്ഫോമർ ഏത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ആ ചോദ്യങ്ങൾ അവിടുന്ന് വരാം. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് 2 ലൈനാ. അപ്പൊ ആദ്യം ഏതൊക്കെ ലൈൻ ഉണ്ട്? 3, 4 ലൈനുകൾ കാര്യം നമുക്ക് പറയാം. ഏതാണ്ട് നോക്കിക്കോ, 3 ഫേസ്, ഒരു ന്യൂട്രല്. ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. ഫേസും ഗ്രൗണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നതും 230 വോൾട്ട് ആണ്. മനസ്സിലായോ? ന്യൂട്രലും ഗ്രൗണ്ടും തമ്മിലൊന്നുമില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പൊ ഒരു കാക്ക വന്ന് ഒരു ലൈനിൽ മാത്രം ഇരിക്കുന്നു. ഇതൊരു കാക്കയാണെന്ന് വിചാരിച്ചോ. അടിപൊളി കാക്ക, അടിപൊളി കാക്ക. ഈ ഒരു കാക്ക വന്ന് ഈ ഒരു ലൈനിൽ ഇരുന്നാൽ ഈ കാക്കയ്ക്ക് എന്തടിക്കത്തില്ല? ഷോക്ക് അടിക്കത്തില്ല. കാരണം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നടക്കണം. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് കാക്കയുടെ ശരീരത്തിലൂടെ കറണ്ട് ഫ്ലോ നടക്കത്തില്ല, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യത്തില്ല. മനസ്സിലായോ മക്കളെ? എന്നാൽ ഒരു വവ്വാല് വന്ന് വവ്വാലാന്ന് വിചാരിച്ചോ. ഈ വവ്വാല് 2 ഫേസിലും കൂടെ ചിറക് വിരിച്ച അഹങ്കാരത്തോടെ തൂങ്ങിക്കിടന്നാൽ അവന്റെ ശരീരത്തുകൂടെ 400 വോൾട്ട് കറണ്ട് കടന്നു പോകും, അല്ലേ? 400 വോൾട്ട് ഡിഫറൻസ് ഉണ്ട് അവിടെ. അപ്പൊ അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് അവന്റെ ശരീരത്തൂടെ പാസ് ചെയ്യും. അവൻ അവിടെ ഇരുന്ന് എർത്തടിച്ച് ഷോക്ക് അടിച്ച് ചത്ത് കഴിഞ്ഞു പോകും. മനസ്സിലായോ? അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇലക്ട്രിസിറ്റി ഫ്ലോ, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകണമെങ്കിൽ, ഇലക്ട്രിക് ഫ്ലോ നടക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഫേസും ന്യൂട്രലും തമ്മിൽ 230 വോൾട്ട്, ഫേസും തമ്മിൽ 400 വോൾട്ട്, ഫേസും ഗ്രൗണ്ടും തമ്മിൽ 230 വോൾട്ട്. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ വരാം. അങ്ങനെയാണെങ്കിൽ സാർ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ 230 വോൾട്ട് മതി. അതിൽ എത്ര ലൈൻ ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വലിച്ചെടുക്കുക? എത്ര ലൈൻ വരാം? നമ്മുടെ വീട്ടുകാർക്ക് എത്ര ലൈൻ വേണം? നമ്മുടെ വീട്ടുകാർക്ക് എത്ര ലൈൻ വേണം? നമ്മുടെ വീട്ടുകാർക്ക് 2 ലൈൻ വേണം മക്കളെ. മിനിമം നമുക്ക് 2 ലൈനെങ്കിലും വേണം. എടാ 2 ലൈനെങ്കിലും നമുക്ക് മിനിമം വേണം. ഒരു ഫേസും ഒരു ന്യൂട്രലും. ഞാൻ ഇവിടെ ലൈനിനെ കുറിച്ച്, ലൈൻ കമ്പികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് വിചാരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലൈൻ കമ്പികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലൈൻ എന്ന് പറഞ്ഞാലും കമ്പി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ലൈനിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇലക്ട്രിക് ലൈനിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഫേസും ഒരു ന്യൂട്രലും. എന്നാലേ നമ്മുടെ വീട്ടിൽ പോസ്റ്റിൽ നിന്നും വലിച്ചെടുക്കുന്ന ആ പോസ്റ്റിൽ നിന്നും 2 ലൈന് ഫേസും ന്യൂട്രലും വലിച്ചെടുക്കും. എന്നാലേ നമ്മുടെ വീട്ടിൽ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട് കിട്ടത്തുള്ളൂ. ശരിയാണോ? ഈ ഫേസും ലൈനും കൂടെ ആദ്യം കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിനകത്തിരിക്കുന്ന, അടുക്കളക്കകത്തിരിക്കുന്ന മിക്സിക്കകത്തോടാണോ? അല്ല. പിന്നെ എവിടോട്ടാ സാർ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിന്റെ പുറത്ത് ഒരു ഉപകരണം ഇരിപ്പുണ്ട്. 2 മാസം കൂടെ ഇരിക്കുമ്പോ KSFE എന്ന് വന്ന് KSFE ഞാൻ പറയുന്നത് KSEB അതല്ലടാ. KSFE ചിട്ടി പിടിക്കാൻ സ്ഥലമാണ്. KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അവിടുന്ന് ആളുകൾ വന്ന് എന്ത് ചെയ്യും മക്കളെ? അവിടുന്ന് ആളുകൾ വന്ന് നോക്കും. എന്താ നോക്കുന്നേ? നമ്മുടെ ആ മീറ്ററിലേക്ക് നോക്കും, റീഡിംഗ് എടുത്തുകൊണ്ട് പോകും, ഒരു ബില്ലും അടിച്ച് കൈ തരും. ആണോടാ? ആ മീറ്ററിനെ വിളിക്കുന്ന പേരാണ് KWH മീറ്റർ, കിലോ വാട്ട് അവർ മീറ്റർ എന്ന് വിളിക്കും കേട്ടോ. കിലോ വാട്ട് അവർ മീറ്റർ. ഇതിലേക്കാണ് ആദ്യം നമ്മൾ ഫേസ് ന്യൂട്രലും കണക്ട് ചെയ്യുന്നത്. ശരിയല്ലേടാ? ആണോ അല്ലയോ? അത് കഴിഞ്ഞ് മെയിൻ ഫ്യൂസ് ഉണ്ട്. ആണോ? ഈ ഫ്യൂസ് വയർ എപ്പോഴും മെയിൻ ഫ്യൂസ് എപ്പോഴും സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഏത് ലൈനിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്? ഫേസ് ലൈനിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ പഠിക്കണേ. ഫ്യൂസ് എപ്പോഴും സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. സീരീസ് കണക്ഷൻ, പാരലൽ കോമ്പിനേഷൻ, ഓർമ്മയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സാർ അതിലേക്ക് വരാം. അപ്പോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഈ ഫ്യൂസ് എപ്പോഴും ഏത് ലൈനിൽ കണക്ട് ചെയ്യണം? ഇതൊക്കെ ചോദിക്കും. ഫേസ് ലൈനിൽ കണക്ട് ചെയ്യണം. ന്യൂട്രൽ ലൈനിലല്ല കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ലൈൻ നമ്മൾ വലിച്ചിടുമല്ലോടാ, ഗ്രൗണ്ടിലേക്ക്, എർത്തിലേക്ക് നമ്മൾ വലിച്ചിടുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് എർത്ത് ലൈൻ. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ തെറ്റിയില്ലേ? സാറ് നേരത്തെ പറഞ്ഞത് തെറ്റിയോ? എന്തുവാ സാറ് നേരത്തെ പറഞ്ഞേ? നമ്മുടെ വീട്ടുകാർക്ക് എത്ര ലൈൻ വേണമെന്നാ നമ്മൾ പറഞ്ഞു? 2 ലൈൻ വേണം. ഇപ്പൊ കണ്ടോ, 3 ലൈൻ ഉണ്ട്. നമ്മൾ 2 ലൈനുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ദാണ്ട കിടക്കുന്നു 1 ലൈൻ എക്സ്ട്രാ. അപ്പൊ നമുക്ക് എത്ര ലൈൻ ഉണ്ട്? 3 ലൈൻ. എന്തൊക്കെയാ നമ്മുടെ വീട്ടിൽ വേണ്ട ലൈൻ? ഫേസ്, ന്യൂട്രൽ, എർത്ത്. പറയടാ. ഫേസ്, ന്യൂട്രൽ, എർത്ത്. പറയടാ. ഫേസ്, ന്യൂട്രൽ, എർത്ത്. കണ്ടോടാ? ഫേസ് ലൈനിന്റെ കളറൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ചിലപ്പോ കയറി ചോദിച്ചു നമ്മൾ വെച്ച് കാച്ചേക്കണം. ഫേസ് റെഡ് അവൻ ഡേഞ്ചർ ആണ്, അവന് കറണ്ട് അടിക്കും ഇല്ലേ? ഫേസ് റെഡ്. ന്യൂട്രൽ ബ്ലാക്ക് ആവും, കുഴപ്പമില്ല, ബ്ലാക്ക് ആണ്. എർത്ത് എന്തുവാ? എർത്ത് ഗ്രീൻ ആണ്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈനാണ് എർത്ത് ലൈൻ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇനി കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. കിലോ വാട്ട് അവർ മീറ്റർ ഒക്കെ ഓർമ്മയുണ്ടല്ലോ, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് MCB, LCB ബോർഡിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കിലോ വാട്ട് അവർ മീറ്റർ എനർജി കൊമേഴ്ഷ്യൽ ആയിട്ട് അളക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കാൻ, ആ എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എനർജി ഇൻ കിലോ വാട്ട് അവർ.
പ്രോബ്ലം ചോദിക്കും കേട്ടോ. കിലോ വാട്ട് അവറിലുള്ള എനർജി അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഉള്ള എനർജി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഒരു 10 ബൾബും 3 ഫാനും നമ്മുടെ വീട്ടിൽ ഒരു 4 മണിക്കൂർ ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് 2 മാസത്തേക്ക് പ്രവർത്തിച്ചാൽ എത്ര എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പിടിച്ചോ, ഇക്വേഷൻ പിടിച്ചോ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ഡിവൈഡഡ് ബൈ 1000. പഠിച്ചോണേ. അപ്പൊ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ പവർ അത് വാട്ടിലുള്ള പവർ ആയിരിക്കണം കേട്ടോ. എത്ര വാട്ട്സിന്റെ ആണ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അതേ ഇൻറ്റു ടൈം ഇൻ അവർ എത്ര അവർ പ്രവർത്തിക്കുന്നു ബൈ 1000. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എത്ര യൂണിറ്റ് കറണ്ട് ചെലവാകുന്നു അല്ലെ എത്ര കിലോ വാട്ട് അവറിൽ കറണ്ട് ചെലവാകുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നു കേട്ടോ. ഇത് വെരി 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 ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചോണേ. പിന്നെ MCV ELCV ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാടാ, ഓർത്ത് വെച്ചിരിക്കുക. രണ്ടിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചിരിക്കുക. MCV എന്തെന്നാണ്? MCV യുടെ ഫുൾ ഫോം എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ELCV യുടെ ഫുൾ ഫോം എന്താണ്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ കേട്ടോ. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. MCV എന്ന് വെച്ചാൽ എന്താ മക്കളെ? എടാ MCV ആർക്ക് പകരം ഉപയോഗിക്കുന്നതാ? സേഫ്റ്റി ഫ്യൂസ്. നമ്മൾ ഫ്യൂസിനെ കുറിച്ച് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചില്ലേ? സേഫ്റ്റി ഫ്യൂസ് ഏത് എഫക്റ്റ് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു? ഹീറ്റിംഗ് എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഇങ്ങോട്ട് എഴുതാം. ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെ ഹീറ്റ് എഫക്റ്റ്. ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റ് എഫക്റ്റ് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് ഇലക്ട്രിസിറ്റിയുടെ. എന്നാൽ MCV ഹീറ്റ് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എപ്പോഴാണ് സേഫ്റ്റി ഫ്യൂസ് പ്രവർത്തിക്കുന്ന? ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോകുന്നത് എപ്പോഴാ? ഫസ്റ്റ് ചാപ്റ്റർ. ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ, ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അധികമായി വൈദ്യുതി കയറി വരും. അങ്ങനെ കയറി വരുന്ന സമയത്ത് സേഫ്റ്റി ഫ്യൂസിലെ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഉരുകി പൊട്ടിപ്പോകും. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ സർക്യൂട്ട് ബ്രേക്ക് ആകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പരിഹരിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ എന്താണോ പ്രശ്നം അത് പരിഹരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്യൂസ് കെട്ടിവെക്കാം. പണ്ട് ഈ കമ്പിയൊക്കെ ഉപയോഗിച്ച് കെട്ടിവെക്കാൻ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. MCB എങ്ങനെ പ്രവർത്തിക്കുന്നു? അവിടെ അധിക വൈദ്യുതി കയറി വരുമ്പോൾ അവിടെ ഹീറ്റ് എഫക്റ്റും നടക്കും, മാഗ്നറ്റിക് എഫക്റ്റും നടക്കും. രണ്ട് എഫക്റ്റും ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകണ്ട. ഇതേപോലെ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാഗ്നറ്റിക് എഫക്റ്റിന്റെയും ഹീറ്റിംഗ് എഫക്റ്റിന്റെയും ഫലമായി നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്താണ്, എവിടെയാണോ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കി അത് പരിഹരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാം? ഓൺ ചെയ്ത് കൊണ്ടുവരാം. ക്ലിയർ ആണല്ലോ? ELCB എന്ന് വെച്ചാൽ അതിന്റെ വാക്കിലുണ്ട് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതായത് നമ്മുടെ വീട്ടിൽ ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമോ നമ്മുടെ എർത്തിലേക്ക് വൈദ്യുതി ഒഴുകി പോകും. എന്തുവാ? ഉദാഹരണം, നമ്മളിപ്പോ ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കുകയാണ്, അതിന്റെ ഇൻസുലേഷൻ ഇല്ലാത്ത എന്തോ തകരാറുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. ഇലക്ട്രിസിറ്റി എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്? ഭൂമിയിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലൈനിലൂടെയാ? എർത്ത് ലൈനിലൂടെ. ഓർക്കണം, അതിനുവേണ്ടി ആ എർത്ത് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കുക, അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തോട്ടായിരിക്കും കയറി വരും. അവന്റെ എർത്തിലേക്ക് പോകാൻ നോക്കുന്നത് നമ്മുടെ ശരീരത്തൂടെ ആയിരിക്കും. നമ്മുടെ ശരീരം ഒരു കണ്ടക്ടറാണ്. പക്ഷേ ഈ എർത്ത് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എർത്ത് ലൈനിലൂടെ ഒഴുകി അവൻ എങ്ങോട്ട് പോകും? കറണ്ട് ഭൂമിയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് എർത്തിലേക്ക് കറണ്ട് പോയി എന്നൊരു കണക്ഷൻ, എന്നൊരു അറിവ് ആർക്ക് കിട്ടും? ഒരു സൂചന കിട്ടും, ELCBക്ക് കിട്ടും. അപ്പൊ അവൻ എന്ത് ചെയ്യും? സർക്യൂട്ടിനെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അപ്പൊ എർത്തിലേക്ക് കറണ്ട് പോകുന്നത് ചുമ്മാ പോകുന്നതാണോ? എപ്പോഴും കറണ്ട് എർത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല. അപ്പൊ എർത്തിലേക്ക് കറണ്ട് പോയാൽ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ട്. സോ അതുകൊണ്ടാണ് ELCB അത് മനസ്സിലാക്കി ELCB ആ സർക്യൂട്ടിനെ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ആ സാധനങ്ങൾ എന്താണോ പ്രശ്നം അത് പരിഹരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ശരിപ്പെടുത്താം. ക്ലിയർ ആണല്ലോ? അപ്പോ ELCBയുടെ ഫുൾ ഫോം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എന്താണ്? പിന്നെ ചെറിയ ക്വസ്റ്റ്യൻ, 3 പിൻ പ്ലഗ്. 3 പിൻ പ്ലഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ മക്കളെ? മൂന്ന് പിന്നുള്ള പ്ലഗുകൾ. അയൺ ബോക്സ്, TV തുടങ്ങിയ ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള വലിയ ഉപകരണങ്ങൾക്ക്, വലിയ കറണ്ടൊക്കെ ആവശ്യമുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടി നമ്മൾ 3 പിന്നാണ് ഉപയോഗിക്കുന്നത്. ഈ 3 പിന്നിൽ ഒരു പിന്ന് വലുതും
അടുത്ത രണ്ട് പിന്നെ എന്തായിരിക്കും ചെറുതും, ഒന്ന് ഫേസ്, ഒന്ന് ന്യൂട്രൽ, ഒന്ന് എന്തായിരിക്കും മക്കളെ, ഒന്ന് എർത്ത് ആയിരിക്കും അല്ലെ, എർത്ത് പിന്നായിരിക്കും. നമ്മൾ അതിലേക്ക് കുത്തുന്ന മൂന്ന് പിന്നുള്ള സാധനം അല്ലെ, മൂന്ന് പിന്നുള്ള സോക്കറ്റിലേക്കായിരിക്കും നമ്മൾ കുത്തുന്നത്. അപ്പൊ ആ സോക്കറ്റിന്റെ മുകളിലത്തെ ഊട്ട വലുതായിരിക്കും, താഴത്തെ രണ്ട് ഊട്ട ചെറുതായിരിക്കും. ആ വലിയ ഊട്ടയിലോട്ടാണ് നമ്മൾ എർത്ത് പിന്നിനെ കയറ്റുന്നത് അല്ലെ. അപ്പൊ എന്താ ഗുണം, എന്താ വലുതാക്കുന്നത് കൊണ്ടുള്ള ഗുണം, അതൊക്കെ ചോദിക്കാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ എന്താണ് ഈ മൂന്ന് പിന്നുള്ള ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? മൂന്ന് പിന്നുള്ള ഇല്ല. പോട്ടെ, നമുക്ക് പിന്നെ കൊണ്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഊരിയായിട്ട് ഇതെല്ലാം ഓഫ് ആയിക്കും കേട്ടോ. അപ്പൊ മൂന്ന് പിന്നില് മൂന്നാമത്തെ പിന്നെ വളരെ വലുതായിരിക്കും. വലുതെന്ന് വെച്ചാൽ നീളവും കൂടുതലായിരിക്കും, വണ്ണവും കൂടുതലായിരിക്കും. നീളം കൂട്ടുന്നതിന് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കണക്ട് ആവേണ്ടത് എർത്ത് പിന്നായിരിക്കണം. ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവസാനം ഡിസ്കണക്ട് ആവേണ്ടത് എർത്ത് പിന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എർത്ത് ലൈനിലൂടെ എർത്ത് പിന്നിലൂടെ വൈദ്യുതി എങ്ങോട്ട് പോകത്തുള്ളൂ? ഭൂമിയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ELCB പ്രവർത്തിച്ച് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്ന നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അല്ലെ. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ എർത്ത് ആണ് ആദ്യം കൊണക്റ്റിൽ വരുന്നതെങ്കിൽ എർത്തിലൂടെ ഒഴുകി പോയിക്കോളും. ഡിസ്കണക്ട് ചെയ്യുമ്പോഴും പ്രശ്നം നടന്നാലും എർത്തിലൂടെ അവസാനം ഡിസ്കണക്ട് ചെയ്യുന്നത് എർത്ത് പിന്നായതുകൊണ്ട് അവനിലൂടെ ഒഴുകി പോയിക്കോളും. അപ്പൊ എർത്ത് പിന്നിന്റെ നീളം കൂട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കണക്ട് ആവേണ്ടതും ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവസാനം ഡിസ്കണക്ട് ആവേണ്ടതും അവനായിരിക്കും. ഫേസും ന്യൂട്രലിന്റെ പ്രത്യേകത എന്താ? ഫേസും ന്യൂട്രലും എന്താണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഇതിന്റെ വണ്ണം കൂട്ടിയിരിക്കുന്നത്, എർത്ത് ലൈനിന്റെ വണ്ണം കൂട്ടിയിരിക്കുന്നത്, എർത്ത് പിന്നിന്റെ വണ്ണം കൂട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എർത്ത് പിന്നിന്റെ വണ്ണം കൂട്ടിയിരിക്കുന്നത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. റെസിസ്റ്റൻസ് കുറച്ചാലല്ലേ പെട്ടെന്ന് വൈദ്യുതി കയറി പോത്തുള്ളൂ. തടസ്സം കുറയണം. അപ്പൊ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തിക്നെസ് കൂട്ടിയേക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എർത്ത് പിന്നെ എങ്ങനെയാണ്? പിന്നെ അതുപോലെ തന്നെ അയൺ ബോക്സിൽ എർത്ത് പിന്നെ അല്ലെ എർത്ത് ലൈൻ കോൺടാക്റ്റിൽ വരുന്ന എവിടെയാ? നമ്മൾ അതിന്റെ ഏത് ഭാഗത്താണോ പിടിക്കുന്നത് അതുമായിട്ടാണ് അല്ലെ. അയൺ ബോക്സിന്റെ നമ്മൾ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും ഈ എർത്ത് ലൈൻ അല്ലെങ്കിൽ എർത്ത് പിന്നെ കോൺടാക്റ്റിൽ വരിക. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നാലല്ലേ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കത്തുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 3 പിൻ പ്ലഗുമായിട്ടുള്ളത് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, റെക്ടിഫയർ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. റെക്ടിഫയർ എന്ന് വെച്ചാൽ AC-യെ DC ആക്കുന്ന ഡിവൈസിന്റെ പേരാണ് റെക്ടിഫയർ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒഴുകുന്ന കറണ്ട് AC ആണ്, 230 വോൾട്ട് AC ആണ്. എന്നാൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനം എന്താ? ഇതിനകത്ത് ബാറ്ററി ഉള്ളത്. ബാറ്ററി എന്താ? DC ആണ്. അപ്പൊ പക്ഷേ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ഞാൻ ഇതിനെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? AC-ലോട്ടാണ്. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ഞാൻ ഇതിനെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? AC-ലോട്ട്. അതെങ്ങനെയാ? AC ഉപയോഗിച്ച് DC-യെ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാ? അപ്പൊ ആ ചാർജറിനകത്ത് അഡാപ്റ്ററിനകത്ത് റെക്ടിഫയർ ഉണ്ട്. ആ സാധനം എന്ത് ചെയ്യും? AC എന്താക്കി മാറ്റും? DC ആക്കി മാറ്റുവാടാ. അത് ഹയർ സെക്കൻഡറി +2 എത്തുമ്പോൾ 7ാമത്തെ ചാപ്റ്ററിലോ 14ാമത്തെ ചാപ്റ്റർ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും? റെക്ടിഫയറിനെ കുറിച്ചൊക്കെ +2 എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ ഇപ്പൊ തൽക്കാലം AC എന്താണ്? AC-യെ DC ആക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ എന്നൊന്ന് മാത്രം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഇലക്ട്രിക് ഷോക്ക് അടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ. ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം? ആദ്യം അവനെ ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നവനെ എന്തെങ്കിലും ഒരു തടിയോ വല്ലതും എടുത്ത് അവനെ അവിടുന്ന് ഡിസ്കണക്ട് ചെയ്യണം. നമ്മൾ അടിക്കുന്നത് അവന്റെ തലക്കായിരിക്കും. അപ്പൊ അവൻ ഷോക്ക് അടിച്ചിട്ട് ആയിരിക്കത്തില്ല ചാവുന്നത്, നമ്മൾ അടിക്കുന്നതുകൊണ്ടായിരിക്കും ചാവുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത് മക്കളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവനെ അവിടുന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ ശരീരമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം, മസാജ് ചെയ്ത് കൊടുക്കണം. എന്തിനാ? ബ്ലഡ് ഫ്ലോ എന്താക്കാൻ? നോർമൽ ആക്കാൻ. അവന്റെ ബ്ലഡ് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഷോക്ക് അടിച്ചതിന്റെ ഫലമായി അതിന്റെ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പഴയ അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കണം അല്ലെ. അവന്റെ വായിക്കകത്ത് എന്ത് ചെയ്യണം? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ചു കയറ്റണം അല്ല, കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ചെസ്റ്റിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവസാനം ഇവിടെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോകണം. ഇതൊക്കെ നമ്മൾ ഷോക്ക് അടിച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഷോക്ക് അടിക്കുന്നതിന് മുന്നോ ഷോക്ക് അടിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പട്ടം പറത്തരുത്. പുസ്തകത്തിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? ഇലക്ട്രിക് ലൈനിന്റെ അടുത്ത് നിന്ന് പട്ടം പറത്തരുത്. ആരെങ്കിലും പറത്തരുത്, നിങ്ങൾ പറത്തരുത്. അതേപോലെ തന്നെ എന്താണ്? നനഞ്ഞ കൈ കൊണ്ടൊക്കെ ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കരുത്. ഇൻസുലേഷൻ തകരാറൊക്കെ ഉണ്ടെങ്കിൽ ആ ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പണി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളായിട്ട് ചില കൊനസ്റ്റ് പണിയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണേ നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെയുള്ള ധാരാളം കാര്യം നമ്മുടെ കയ്യിലിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വെക്കുക മക്കളെ? ഓർത്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ പോളപ്പൻ ചാപ്റ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ചാപ്റ്ററും 1ാമത്തെ ചാപ്റ്ററും നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. അവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കാരണം ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. തുടങ്ങാം. 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മക്കളെ, ഇതൊക്കെ പെട്ടെന്ന് സാർ പറഞ്ഞു പോകാൻ പോവാ. പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രം. നിങ്ങൾ ആദ്യം ഇതിനകത്ത് ക്രിസ്ത്യൻ ഓസ്റ്റഡിന്റെ ഒരു പരീക്ഷണം നിങ്ങൾ പഠിക്കും അല്ലെ. അതായത്
ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തി വിടും, എന്നിട്ട് അതിന്റെ താഴെ ഒരു മാഗ്നറ്റ് കൊണ്ട് വെക്കും. അപ്പോൾ ആ മാഗ്നറ്റിന്റെ നീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് കാണാം. അതിന് കാരണം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതാണ് ആദ്യം പഠിക്കേണ്ട പോയിന്റ്. കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിന് ചുറ്റും എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് നീഡിൽ അനങ്ങാൻ കാരണം എന്താണ്? ആ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് കടത്തി വിട്ടപ്പോൾ ആ കണ്ടക്ടറിന് ചുറ്റും ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിന്റെ മ്യൂച്വൽ ആക്ഷന്റെ ഫലമായി അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ആ കണ്ടക്ടർ എന്ത് ചെയ്തത്? ഡിഫ്ലക്ട്, അല്ലെ ആ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്തത്? ഡിഫ്ലക്ട് ചെയ്തത്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോയാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതെപ്പോഴും പഠിച്ചു വെച്ചേക്കണം. ഇനി അത് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡിന്റെ ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചുകൊണ്ട് പോവുക. പിന്നെ അത് കഴിഞ്ഞ് പഠിക്കേണ്ട കാര്യം എന്താണ്? അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് കേട്ടോടാ. ഇത് ഫ്ലെമിങ്സ് അല്ല, തെറ്റിക്കരുത്. ഇതെന്തുവാ? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകും. ഇതൊരു സ്ട്രൈറ്റ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോയാൽ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ പറയാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഒരു മാഗ്നറ്റ് എന്ന് വെച്ചാൽ ബാർ മാഗ്നറ്റ് വരയ്ക്കുകയാണെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? നോർത്ത് പോൾ ടു സൗത്ത് പോൾ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ആ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലോട്ട്, നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലോട്ട്. അപ്പൊ അകത്തുകൂടെയും ഡയറക്ഷൻ ഉണ്ട്. അത് എവിടെ നിന്ന് എങ്ങോട്ടാ? സൗത്ത് ടു നോർത്ത്, നോർത്ത് ടു സൗത്ത്, പുറത്തുകൂടെ അകത്തുകൂടെ സൗത്ത് ടു നോർത്ത്. ഇതപ്പോ സാധാരണ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻസ് ഇങ്ങനെയാണ്. ഇതിങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. പോട്ടെ, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് എന്താ? ഇപ്പൊ ഇതൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചു. ഇതിനകത്തൂടെ കറണ്ട് തന്നെ മേളോട്ട് കറണ്ട് പോവാന്ന് വെച്ചിട്ട് മേളോട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ വലത് കൈ ഉപയോഗിച്ച് ഇതിനെ പിടിക്കണം. വലത് കൈ കൊണ്ട് എങ്ങനെ പിടിക്കണം? തമ്പ് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ നിൽക്കണം. എന്റെ വലത് കൈയുടെ തമ്പ് എന്ന് വെച്ചാൽ അറിയാലോ, ഈ സാധനം, ഈ തള്ളവിരൽ, ഇത് എങ്ങോട്ട് നിൽക്കണം? കറണ്ട് ഇപ്പൊ ഇങ്ങോട്ടാ ഒഴുകുന്നത്? മുകളിലോട്ട്. അപ്പൊ മുകളിലോട്ട് നിൽക്കണം. അപ്പൊ ബാക്കിയുള്ള 4 വിരലുകൾ ഇതിനെ ചുറ്റുന്നത് എങ്ങനെയാണോ അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ, ഇങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയാ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി കറണ്ട് താഴോട്ട് ഒഴുകിയെന്ന് വിചാരിച്ചോ. അപ്പൊ തമ്പ് എങ്ങോട്ട് നിൽക്കണം? താഴോട്ട് നിൽക്കണം. വലത് കൈ തന്നെ ഉപയോഗിക്കണം. തമ്പ് താഴോട്ട് നിൽക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ്. ഈ സ്ട്രൈറ്റ് കണ്ടക്ടറോടെ കറണ്ട് ഇങ്ങനെ മേലോട്ട് ഒഴുകിയാൽ എന്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അതിനെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇനി അതേ സ്ട്രൈറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് താഴോട്ട് ഒഴുകിയാൽ അപ്പൊ നമ്മൾ അതിനെ വീണ്ടും വലത് കൈ കൊണ്ട് പിടിക്കുന്നു, തമ്പ് താഴോട്ട് വെച്ച് പിടിക്കുന്നു. അപ്പൊ താഴോട്ട് വെച്ച് പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. കണ്ടോ? അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കും റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് വിളിക്കും. കേട്ടോ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്തുവാ? നമ്മളിപ്പോ ഒരു സ്ക്രൂ ഇടുവാന്ന് വിചാരിച്ചോ, സ്ക്രൂ അകത്തേക്ക് കയറ്റുകയെന്ന് വിചാരിച്ചോ. സ്ക്രൂ തിരിയുന്ന ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. സ്ക്രൂ അകത്തോട്ടല്ലേ വരുന്നത്. ഞാൻ ഇങ്ങോട്ട് സ്ക്രൂ തിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രൂ കറങ്ങി അങ്ങോട്ടാണോ പോകുന്നത്? അല്ല, സ്ക്രൂ ഇങ്ങോട്ട് തിരിക്കുന്നു, വലത്തോട്ട് തിരിക്കുന്നു. ടൈറ്റ് ചെയ്യാൻ വേണ്ടി വലത്തോട്ട് തിരിക്കുന്നതാണ് വിചാരിക്കും. അപ്പൊ സ്ക്രൂ തിരിയുന്നത് അങ്ങോട്ടാണ്. അത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. സ്ക്രൂ തിരിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചാലും സ്ക്രൂ പോകുന്നത് എങ്ങോട്ടാ? സ്ക്രൂ പോകുന്നത് എങ്ങോട്ടാ? അകത്തോട്ടാണ്. അപ്പൊ അതെന്തിന്റെ ഡയറക്ഷൻ? കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ അതിനെയാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് വിളിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാം മക്കളെ. അത് കഴിഞ്ഞ് എന്താ സാധനങ്ങൾ പഠിക്കേണ്ടത്? ഇതേപോലെ തന്നെ സർക്കുലാർ ഷേപ്പിലുള്ള കണ്ടക്ടർ ആണെങ്കിൽ അതിനകത്തൂടെ കറണ്ട് പോകുമ്പോഴും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കാം. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ 4 വിരലുകൾ ഉപയോഗിക്കും. കേട്ടോ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ അകത്തോട്ടായിരിക്കും, തിരിച്ചാണെങ്കിൽ പുറത്തോട്ടായിരിക്കും. കേട്ടോ, അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ അകത്തോട്ടെന്ന് കാണിക്കാൻ ഞാൻ ഡോട്ട് ക്രോസ് ഇടുന്നു. തിരിച്ചാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ പുറത്തോട്ടെന്ന് കാണിക്കാൻ ഞാനൊരു ഡോട്ട് ഇടുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് എന്താ മക്കളെ പഠിക്കേണ്ടത്? നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് വെച്ചാൽ എന്താ? ഈ ഹെലിക്കൽ ഷേപ്പ്, ഈ ഷേപ്പിനെയാണ് ഹെലിക്സ്, ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഒരു ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്ത ആ കോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സോളിനോയിഡ്. ആ സോളിനോയിഡിനകത്തൂടെ നമ്മൾ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ് കൊടുത്തുകൊണ്ട് കറണ്ട് കടത്തി വിട്ടാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അതൊരു മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കും. ഈ സോളിനോയിഡിന് എന്തിനെ പോലെ പ്രവർത്തിക്കും? മാഗ്നറ്റിനെ പോലെ. അതിനെ വേണമെങ്കിൽ നമുക്ക് ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കാം. കേട്ടോ, അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് സാർ അതിനെ ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കാം? ഇലക്ട്രോ മാഗ്നറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാത്രം ആ മാഗ്നറ്റ്. സോളിനോയിഡ് എപ്പോഴും മാഗ്നറ്റ് ആണ്. ഈ കൊടുത്ത കണക്ഷൻ ഇലക്ട്രിസിറ്റി ബാറ്ററിയുടെ സോഴ്സ് അങ്ങ് മാറ്റിയെന്ന് വിചാരിച്ചു. അപ്പൊ അതിനകത്തൂടെ കറണ്ട് ഇല്ല, അപ്പൊ അവന് മാഗ്നറ്റ് അല്ല. അപ്പൊ കറണ്ട് കൊടുക്കുമ്പോൾ മാത്രം മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് അവനെ എന്ന് വിളിക്കുന്നത് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മളിവിടെ നോക്കുക. ഇപ്പം ഒരു സോളിനോയിഡിനകത്തൂടെ
നോക്കണേ മക്കളെ, എടാ നോക്കണേടാ. ഇതൊരു സോളിനോഡാന്ന് വെച്ചോ. ഈ സോളിനോഡിനകത്തൂടെ കറണ്ട് പോകുന്നത് കളർ വെച്ച് കാണാൻ പറ്റുമോ? യെസ്. ഇത് നോക്കിക്കേ, ഒരു സോളിനോഡിനകത്തൂടെ കറണ്ട് കടത്തിവിടുന്നതായിട്ട് വിചാരിക്കുക. ഒരു സോളിനോഡിനകത്തൂടെ കറണ്ട് കടത്തിവിടുന്നതായിട്ട് വിചാരിക്കുക. അപ്പൊ സോളിനോഡിന്റെ ഒരറ്റത്ത് നിന്ന് നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്നത് ക്ലോക്ക് വൈസ്. ക്ലോക്കിലെ സൂചി കറങ്ങുന്ന ഇങ്ങനെയല്ലേ? ആ ക്ലോക്ക് വൈസിൽ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ക്ലോക്ക് വൈസിലൂടെ കറണ്ട് പോകുമ്പോൾ ആ സ്ഥലം, ഞാൻ നോക്കുന്ന ആ എൻഡ് ഏത് പോളായിരിക്കും? അതൊരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലം, ആ പോയിന്റ് ഏത് പോളായിരിക്കും? മാഗ്നറ്റിന് എത്ര പോളുണ്ട്? നോർത്ത് പോൾ, സൗത്ത് പോൾ. അതിൽ നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് അറിയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് രണ്ട് എസ് ഉപയോഗിക്കും. എസിന്റെ വാല് നോക്ക്, ഇതല്ലേ വാല്? ഇത് കണ്ട ഇങ്ങനല്ലേ? കണ്ട എന്നുവെച്ചാൽ എസിന്റെ വാല് ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോ അത് സൗത്ത് പോൾ ആയിരിക്കും. അതേത് പോളായിരിക്കും? സൗത്ത് പോൾ. അപ്പൊ ക്ലോക്ക് വൈസിലൂടെയാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ, കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഏത് പോൾ ആയിരിക്കും? സൗത്ത് പോൾ. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടാ. അതേപോലെ നോക്കിക്കേ മക്കളെ, അതേപോലെ നോക്കിക്കടാ, അതേപോലെ നോക്കിക്കേ. യെസ്. അതേപോലെ ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നത് വിചാരിച്ചോ. ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്കിലെ സൂചി കറങ്ങുന്നതിന് ഓപ്പോസിറ്റ്. പ്രദക്ഷിണ ദിശ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ്. അപ്രദക്ഷിണ ദിശ എന്നാണ് ആന്റി ക്ലോക്ക് വൈസിനെ വിളിക്കുന്നത്. ആന്റി 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 ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അവിടെ ഏത് പോളായിരിക്കും? അത് നോർത്ത് പോളായിരിക്കും. അതെങ്ങനെ? ദണ്ട എന്നെ നോക്ക്, എന്നെ നോക്ക്. ദണ്ട എന്നൊക്കെ ഞാൻ സൂപ്പർ ആയിട്ട് എഴുതിയേക്ക് നോക്ക്. അടിപൊളി, നശിപ്പിച്ചല്ലേ? ഒന്നുകൂടെ വായിക്കും. കണ്ടോ എന്നെ എങ്ങനെ എഴുതിയേക്കണം? ചരിച്ചെഴുതിയേക്കണ്ട. എന്നിന്റെ ഈ വാലറ്റം കണ്ടോ? എന്നിന്റെ വാലറ്റം കണ്ടോ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത്, ആന്റിയുടെ ആണെങ്കിൽ നോർത്ത്, ആന്റിയുടെ ആണെങ്കിൽ നോർത്ത്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത്, ആന്റിയുടെ ആണെങ്കിൽ നോർത്ത്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത്. ഓർത്ത് വെച്ചേക്ക, അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഒരു സോളിനോയിഡും ഒരു ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം മക്കളെ. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ടെമ്പററി മാഗ്നറ്റ് ആണോ? ടെമ്പററി എന്ന് വെച്ചാൽ എന്താ? കറണ്ട് കൊടുക്കുമ്പോൾ മാത്രം അവൻ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. പക്ഷെ ബാർ മാഗ്നറ്റ് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണേ. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാം. എങ്ങനെയൊക്കെ കൂട്ടാടാ? ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്ത് കൂട്ടാം? ഇടയ്ക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ വെക്കുക. സോഫ്റ്റ് അയൺ കോർ. ഈ സോളിനോയിഡിനകത്തൊരു പച്ചിരുമ്പ് കോറിനെ കൊണ്ടുവച്ചാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും മക്കളെ? കൂടുകടാ. അതേപോലെ തന്നെ മൂന്നാമത്തെ ഈ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, സോഫ്റ്റ് അയൺ കോർ വെക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കുന്ന കറണ്ടിന്റെ അളവ്, ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട്. സ്ട്രെങ്ത് ഓഫ് കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. അപ്പൊ മാഗ്നറ്റിക് സ്ട്രെങ്തും കൂടും. പക്ഷെ ഇവിടെയോ we cannot change the magnetic strength. നമ്മൾ അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒരു ബാർ മാഗ്നറ്റിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ബാർ മാഗ്നറ്റിക് സ്ട്രെങ്ത് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും. അതിന്റെ സ്ട്രെങ്ത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം മക്കളെ. അതുപോലെ പൊളാരിറ്റിയും സോളിനോയിഡിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ഒരു മാഗ്നറ്റിനെ, ഇപ്പൊ ഇതൊരു മാഗ്നറ്റ് ആണ്, ഈ മാഗ്നറ്റിനെ ഞാനൊരു എവിടെ കൊണ്ടുവെക്കുന്നു? ശ്രദ്ധിക്കുക, ഈ മാഗ്നറ്റിന് ചുറ്റും എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ പടം തന്നെ വരച്ച് കാണിച്ചു തരാം. ഇതൊരു യു ഷേപ്ഡ് മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കാം. യു ഷേപ്ഡ്, യു ആകൃതിയിലുള്ള ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്നൊക്കെ വിളിക്കും. ഇതൊരു യു ഷേപ്ഡ് മാഗ്നറ്റ് ആണ്. നമുക്കറിയാം മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഇടയിൽ എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഞാനൊരു എന്ത് കൊണ്ടുവെക്കുന്നു? ഒരു കണ്ടക്ടർ കൊണ്ടുവെക്കുന്നു. ഇതിന്റെ ഇടയിൽ ഞാനൊരു എന്ത് വെക്കുന്നു? ഒരു കണ്ടക്ടർ, എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ വെച്ചിട്ട് ആ കണ്ടക്ടറിനകത്തൂടെ ഞാൻ എന്ത് കടത്തിവിടുന്നു? കറണ്ട് കടത്തിവിടുന്നു. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ, എ ടു ബിയിലോട്ട് കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അവന് ഓൾറെഡി ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ മ്യൂച്വൽ ആക്ഷന്റെ ഫലമായി അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. അതിന്റെ ഫലമായ കണ്ടക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചലിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ആ ചലിക്കുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ.
റൈറ്റ് അല്ല, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റാൻഡ് എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. തെറ്റിക്കല്ലേ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ സാധിച്ചിട്ട് ഞങ്ങളെ പറയും അല്ലയോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ. അപ്പൊ എന്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ആ മോഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ മിഡിൽ ഫിംഗർ കറണ്ടിനെയും തമ്പാണ് ഫോഴ്സിനെ സൂചിപ്പിക്കുന്നത്, ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്താ, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. എന്താണ്, when a current carrying conductor is placed in a magnetic field it will experience a force. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് മോട്ടറിന്റെ പടം പഠിച്ചോണം. ഇലക്ട്രിക് മോട്ടറിന്റെ പടം എന്ന് പറയുന്നത് നമ്മുടെ എന്ത് പടം പോലെ തന്നെയാണ്, നമ്മുടെ ജനറേറ്ററിന്റെ പടം പോലെ തന്നെയാണ്. നോർത്ത് പോള്, സൗത്ത് പോള്, ആർമേച്ചർ, ഇവിടെ എന്തുവാ, സ്പ്ലിറ്റ് റിംഗ് ആ കേട്ടോ, സ്പ്ലിറ്റ് റിംഗ്. ഇനി കറണ്ട് അകത്തോട്ട് കൊടുക്കണം. അവിടെ കറണ്ട് അകത്തോട്ട് കൊടുക്കുമ്പോൾ ഞാനിവിടെ ബാറ്ററിയാ വരയ്ക്കുന്നത്, മറ്റേ എടുത്ത് ഗാൽവനോമീറ്ററാ വരച്ചേ. നിങ്ങൾ നോക്കിക്കേ എ സി ജനറേറ്ററിന്റെ പടം എടുത്ത് നോക്കിക്കേ. ദാ പിടിച്ചോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഗാൽവനോമീറ്ററാ. പക്ഷെ ഇവിടെ എന്തോ കൊടുക്കുന്നത്, ഇവിടെ ബാറ്ററിയാ. കാരണം അങ്ങോട്ട് കറണ്ട് കൊടുത്താലേ ഈ സാധനം കിടന്ന് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. അതിന്റെ ഫലമായി എന്തുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കും. അതിന്റെ ഫലമായി ഇവിടെ എന്തുണ്ടാവും, ഒരു ഇൻഡ്യൂസ്ഡ് EMF. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ കറണ്ട് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കറണ്ട് കൊടുക്കുമ്പോൾ ഇതിനകത്തോട്ട് കറണ്ട് കടന്നു പോകും. കറണ്ട് കടന്നു പോകുമ്പോൾ അവൻ ഇരിക്കുന്നത് എവിടെയാ, ഒരു മാഗ്നറ്റിക് ഫീൽഡില്ല. കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ മ്യൂച്വൽ ആക്ഷന്റെ ഫലമായി അവൻ കടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇവിടെ കടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എന്ത് എനർജി ആയിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുക. ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറുക മക്കളെ, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുക. പിന്നെ അതിനകത്ത് ലാസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. പഠിച്ചോണ്ട് പോണേ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ എഴുതിക്കോണം, മോട്ടോർ പ്രിൻസിപ്പിൾ. ഏത് പ്രിൻസിപ്പിൾ ആണ്, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഇലക്ട്രിക് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ ഏതാ പ്രിൻസിപ്പിൾ എഴുതണ്ടേ, മോട്ടോർ പ്രിൻസിപ്പിൾ. എന്ത് എനർജി ആക്കി മാറ്റുക മക്കളെ, എന്ത് എനർജി ആക്കി മാറ്റുകടാ. ലൗഡ് സ്പീക്കർ എന്തുവാ, ലൗഡ് സ്പീക്കർ എന്ന് വെച്ചാൽ പാട്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്ന സാധനമല്ലേ. ആ സ്പീക്കർ എങ്ങനെ പ്രവർത്തിക്കുന്നത്, നമ്മൾ മൈക്കിലൂടെ പാടുന്നു, മൈക്കിലൂടെ പോകുന്ന ഇലക്ട്രിക് സിഗ്നലിലെ ആ ഇലക്ട്രിക് സിഗ്നലിനെ എന്താക്കി മാറ്റുന്നു, ഇലക്ട്രിക് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രിക് എനർജി എന്ത് എനർജി ആക്കി മാറ്റുന്നു, സൗണ്ട് എനർജി. മൈക്രോഫോൺ ചെയ്യുന്ന സാധനം നേരെ തിരിച്ച്. ഇവിടെ എന്തൊക്കെയുണ്ട് പ്രധാനപ്പെട്ട പാർട്സ് ഒക്കെ എന്തൊക്കെയാണ്, ഇങ്ങനെയാണ് പടം വരുന്നത് അല്ലേ, ഇങ്ങനെയല്ലേടാ ലൗഡ് സ്പീക്കറിന്റെ പടം വരുന്നേ. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പാർട്സ് ഒക്കെ എന്ന് പറയുന്നത്, എന്താണ് പ്രധാനപ്പെട്ട ഈ ഏറ്റവും തുറന്നിരിക്കുന്ന ഈ ഭാഗമാണ് എന്ത്, ഡയഫ്രം. അതിന്റെ തൊട്ട് പുറകിൽ എന്തുണ്ട്, വോയിസ് കോയിൽ ഉണ്ട്. ഡയഫ്രത്തിൽ വന്ന് വോയിസ് കോയിൽ ഇരിപ്പുണ്ട്. പിന്നെന്തുണ്ട്, മാഗ്നറ്റ് ഇരിപ്പുണ്ട്. പിന്നെന്തുവാ, വയറുണ്ട്. ഈ വയറിനകത്തൂടെ ഇലക്ട്രിക് സിഗ്നൽ വന്ന് വോയിസ് കോയിലിനകത്തൂടെ കടങ്ങുമ്പോ കയറുമ്പോ വോയിസ് കോയിൽ ഇരുന്ന് അനങ്ങാൻ തുടങ്ങും. വോയിസ് കോയിൽ എവിടെ ഇരുന്ന് അനങ്ങുന്നത്, വോയിസ് കോയിലിനകത്തൂടെ കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. തിരിച്ചാ പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇരിക്കുന്ന എവിടെയാ, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫലമായി ഇവൻ കിടന്ന് അനങ്ങാൻ തുടങ്ങും, മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ഡയഫ്രം കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, അനങ്ങാൻ തുടങ്ങും. അങ്ങനെ സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇനി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എടാ, രണ്ട് എഫക്റ്റ് ആണ് സത്യത്തിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഹീറ്റ് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും. ഹീറ്റ് എഫക്റ്റിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന ലോ ആണ് ഇത്, ലോ ജൂൾസ് ലോ പഠിച്ചുകൊണ്ട് പോകണം. ജൂൾസ് ലോയുടെ ഇക്വേഷൻ H = I²RT. മറ്റ് ഇക്വേഷൻസും കൂടെ തരാം. H = വിറ്റ് H = V²T/R. H = PT, പവർ ഇൻടു ടൈം. ഇതെല്ലാം പഠിച്ചു വെച്ചേക്കണം. ജൂൾസ് ലോ അനുസരിച്ച്, ജൂൾസ് ലോ എന്താണ്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനകത്ത് ഹീറ്റ് ഉണ്ടാകും എന്ന് പറയുന്ന ലോ ആണ് ജൂൾസ് ലോ. ഇത് പഠിച്ചു വെച്ചേക്കാം. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട കാര്യം എന്താണ്, സേഫ്റ്റി ഫ്യൂസ് പഠിക്കണം. സേഫ്റ്റി ഫ്യൂസിനകത്ത് എന്തുണ്ട്, ഫ്യൂസ് വയർ ഉണ്ട്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്, ടിൻ ആൻഡ് ലെഡ് അല്ലെ, ടിൻ ആൻഡ് ലെഡ്. അതുപോലെ തന്നെ ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്. ഇത് രണ്ടും പഠിക്കണം. ഇത് വരുമ്പോഴാണ് കറണ്ട് കൂടുതൽ കയറി വരിക. അപ്പൊ എന്ത്, ഫ്യൂസ് വയർ പൊട്ടി, ഫ്യൂസ് വയർ ഉരുകി പോകും. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ് സേഫ്റ്റി ഫ്യൂസിന്റെ, അല്ലെങ്കിൽ ഫ്യൂസ് വയറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ലോ. പിന്നെ അത് കഴിഞ്ഞ് പഠിക്കേണ്ട എന്താ, നിക്രോം എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഹീറ്റിംഗ് കോയില്. നിക്രോം എന്ന് വെച്ചാൽ എന്താണ്, ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ, നിക്കല്, ക്രോമിയം,
എന്തൊക്കെയാണ്? അയൺ, മാംഗനീസും വേണമെങ്കിൽ പറയാം. ഇത് ഇത്രയും ചേർത്തുണ്ടാക്കുന്ന ലോഹ സങ്കരമാണ്. മറ്റു പല മെറ്റൽസിനെയും ചേർത്തുണ്ടാക്കുന്നതാണ്. നിക്രോമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിക്രോമിന്റെ പ്രത്യേകതകൾ പഠിച്ചേക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹൈ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. പിന്നെന്തുവാ? ഹൈ ഡക്റ്റിലിറ്റി വളരെ കൂടുതലാണ്. വലിച്ചു നീട്ടാൻ പറ്റും ഡക്റ്റിലിറ്റി. എവിടെയാ ഹീറ്റിംഗ് കോയിൽ ഒക്കെ എവിടെ ഉപയോഗിക്കുന്നത്? അയൺ ബോക്സ്, ടേപ്പൊട്ടിക്കകത്ത്. അതുപോലെ തന്നെ എന്തുവാ? ഫിലമെന്റ് ആയിട്ട് അല്ലെ, എന്താണ് അയൺ ബോക്സിനകത്ത് ഉപയോഗിക്കും. ഫിലമെന്റ് ആയിട്ട് വേറെ സാധനം ഉപയോഗിക്കുന്നത് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിനകത്ത് ഉപയോഗിക്കും. ഇതിനകത്തൊക്കെ ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? നിക്രോമിനെയാണ്. നിക്രോമിന്റെ റെസിസ്റ്റിവിറ്റിയും മെൽറ്റിംഗ് പോയിന്റും ഒക്കെ പെട്ടെന്ന് ഉരുകത്തില്ല, വളരെ കൂടുതലാണ്. മനസ്സിലായ? ഹൈ ഡക്റ്റിലിറ്റി. അതുപോലെ തന്നെ റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിലനിൽക്കാനുള്ള കഴിവ്, എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ, ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതൊക്കെയാണ് അവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്, റെസിസ്റ്റേഴ്സിന്റെ കണക്ഷൻസ് കേട്ടോ. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര ഡയറക്റ്റ് അങ്ങ് ആദ്യം പറഞ്ഞ് കൂട്ടിയാൽ മതി. പാരലൽ കണക്ഷൻ ആണെങ്കിലോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 2 റെസിസ്റ്ററുകളെ ഉള്ളെങ്കിൽ R1 R2 ബൈ R1 പ്ലസ് R2. രണ്ടിലധികം റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ 1 ബൈ R effective is equal to 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3 പ്ലസ് എക്സെട്ര. റെസിപ്രോക്കൽ എടുത്ത് കൂടണം. സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓർത്ത് വെച്ചിരിക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, n നമ്പർ ഓഫ് റെസിസ്റ്റർ എല്ലാവരുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന n ഇൻറ്റു ഒരാളുടെ വാല്യൂ. പാരലൽ കണക്ഷൻ ആണെങ്കിലോ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് എല്ലാവരുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? R ബൈ n. 10 ഉണ്ട്, 10 പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും വാല്യൂ 2 ഓം. അപ്പൊ എന്തുവാ? 10/2 അല്ല, 2/10. ഒരാളുടെ വാല്യൂ 2 അല്ലേ? 2/10 എന്നാണ് നമ്പർ. 10 അതാണ് നമ്പർ. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കാം. ലൈറ്റ് എഫക്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്ന സാധനമാണ് എന്ത്? ഇൻകാൻഡസെന്റ് ലാമ്പ്, ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയും. ഇതൊക്കെ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലേ? അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും ചോദിക്കുക ക്രിസ്മസ് എക്സാമിന്, എന്നാലും നമ്മൾ പറഞ്ഞു പോവാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് ടങ്സ്റ്റൺ കേട്ടോ. ടങ്സ്റ്റണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തുവാ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ആണ്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റിനെ പുറത്തുവിടാനുള്ള കഴിവ് ആർക്കുണ്ട്? ടങ്സ്റ്റണിനുണ്ട് കേട്ടോ. പഠിച്ചോണേ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് വളരെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്, കാരണം പെട്ടെന്ന് ഉരുകി പോകത്തില്ല. മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റ് ലൈറ്റിന്റെ ധവള പ്രകാശത്തെ പുറത്തുവിടാനുള്ള കഴിവ് ആർക്കുണ്ട്? ടങ്സ്റ്റണിനുണ്ട്. അത് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് ഇവാപറേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഓക്സിഡേഷൻ തടയാൻ വേണ്ടി. ഇവാപറേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിനകത്തുള്ള ഗ്യാസിനെ എടുത്ത് കളയും. പിന്നെ അതിനകത്ത് എന്ത് നിറയ്ക്കും? ഇനർട്ട് ഗ്യാസ് നിറയ്ക്കും. ഇനർട്ട് ഗ്യാസ് എന്തിനു വേണ്ടിയിട്ടാണ്? ബാഷ്പീകരണം തടയാൻ വേണ്ടി, വേപ്പറൈസേഷൻ തടയാൻ വേണ്ടി അതിനകത്ത് ഇനർട്ട് ഗ്യാസ് നിറയ്ക്കും. ഇനർട്ട് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാ? ഇവിടെ ഉപയോഗിക്കുന്നത് ആരെയാ? ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് നൈട്രജനെയാണ്. നൈട്രജൻ ഇനർട്ട് ഗ്യാസ് ആണോ? അല്ല. പക്ഷെ എന്നാലും നൈട്രജൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ നൈട്രജൻ എന്തിനെ പോലെ പ്രവർത്തിക്കും? ഇനർട്ട് ഗ്യാസിനെ പോലെ പ്രവർത്തിക്കും. ധാരാളം അവൈലബിൾ ആണ്. ഇനർട്ട് ഗ്യാസ് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ എന്തുവാ അവിടെ ലൈറ്റ് എഫക്റ്റിനകത്ത് പഠിക്കേണ്ടത്? LED യെ കുറിച്ച് പഠിക്കണം. ഫ്ലോറസെന്റ് ലാമ്പ് പഠിക്കാനൊന്നും ഇല്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. അതായത് മറ്റേ എന്താണ് ഡിസ്ചാർജ് ലാംപ്സ് എന്ന് പറഞ്ഞ് പഠിക്കാനാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. എൽഇഡിയുടെ മേന്മകൾ പറയുക. LED ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് ഈ ടങ്സ്റ്റൺ ഉള്ളതുകൊണ്ട് ഹീറ്റ് എനർജി ധാരാളം. there is no energy loss in the form of heat. ഹീറ്റ് രൂപത്തിൽ എനർജി ലോസ് ഇല്ല. അത് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ പഠിക്കേണ്ട കാര്യം എന്താണ്? നോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഡിസ്ചാർജ് രൂപ പണ്ട് നമ്മൾ എന്താണ് ഈ പൊല്യൂഷൻ, നോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് മെർക്കുറി ഉണ്ട്. അത് നമ്മുടെ എൻവയോൺമെന്റിന് എന്താണ്? പരിസ്ഥിതിക്ക് ദോഷമാണ്. അപ്പൊ LED ഉപയോഗിക്കുന്നുണ്ട്, അതില്ല. ലോ കോസ്റ്റ്, വളരെ ചെലവ് കുറവാണ് LEDക്ക്. ലോ പവർ കൺസംഷൻ. എന്തോ പവർ കൺസംഷൻ എന്ന് വെച്ചാൽ കുറഞ്ഞ പവർ മതി, നന്നായി പ്രകാശിക്കും. ഇതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആർ അവൈലബിൾ. പല നിറങ്ങളിലുള്ള എന്ത് കിട്ടുന്നുണ്ട്? ഡിഫറെന്റ് കളേഴ്സ് ആർ അവൈലബിൾ. LEDക്ക് പലതരത്തിലുള്ള LED നമുക്ക് അവൈലബിൾ ആണ്. പിന്നെന്താണ്? ലോങ്ങവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ പറയാം.
എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ദീർഘകാലം ഈട് നിൽക്കും. ഇതൊക്കെ LED യുടെ പ്രത്യേകതകളാണ്. ഇനി എന്താണ് പവർ എന്ന് വെച്ചാൽ എന്താണ്? പവർ അത് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കാണ്, അതും കൂടെ ഓർത്തുക. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവറിന്റെ മറ്റ് ഇക്വേഷൻ H is equal to I square RT, H is equal to H is equal to V square T by R. ഈക്വേഷൻസ് ഉണ്ടല്ലോ, ഇതിനകത്ത് എല്ലാം T കളഞ്ഞ് എഴുതിയാൽ നമുക്ക് എന്തിന്റെ ഇക്വേഷൻ കിട്ടും? പവറിന്റെ ഇക്വേഷൻ കിട്ടും. H is equal to I square R, H is equal to VI ന്റെ T കളയുക VI, H is equal to V square T by R ന്റെ T കളയുക V square by R. ഇതൊക്കെ പവറിന്റെ യൂണിറ്റ് ആണ്, പവറിന്റെ ഇക്വേഷൻസ് ആണ്. പവറിന്റെ യൂണിറ്റ് എന്താ മക്കളെ? പവറിന്റെ യൂണിറ്റ് പഠിക്കണേടാ. ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് പഠിക്കണേ. വട്ടല്ല വാട്ട്. ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ഓക്കെ ആണല്ലോ. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി നിങ്ങൾ ആദ്യമേ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും വ്യക്തമായി അറിയാം. അപ്പൊ 4 ചാപ്റ്ററുകൾ 10ാം ക്ലാസ്സിലെ SSLC ഫിസിക്സ് എക്സാമിന് ചോദിക്കുന്ന 4 ചാപ്റ്ററുകളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ ഇത്രയും മസ്റ്റ് ആയിട്ട് അറ്റൻഡിങ് കോഴ്സ് നിങ്ങൾ വായിച്ചുകൊണ്ട് പോകണം, പഠിച്ചുകൊണ്ട് പോകണം എന്ന്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല വീഡിയോസ് വിട്ടിട്ടുണ്ട്, ഫിസിക്സ് ക്ലാസ്സുകൾ. അത് ഡൗട്ട് ഉള്ളവർ അതും എടുത്തു വെച്ച് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇത് എന്തെങ്കിലും സാറ് പറഞ്ഞത് നിങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ഉടനെ ഓടിപ്പോയി അത് പഠിച്ചു മാറ്റിയേക്കണം. പരീക്ഷയ്ക്ക് ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. 100% ട്രാൻസ്ഫോമറും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ക്വസ്റ്റ്യൻ വരും മക്കളെ. ഇത് MK സാറിന്റെ ഉറപ്പാണ്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം എഴുതുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിക് എക്സാമിന് എല്ലാ ചാപ്റ്ററുകളും ഉൾപ്പെടുന്ന ഒരു പടുകൂറ്റൻ സാധനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തരുന്നുണ്ട് മക്കളെ. എല്ലാ അധ്യാപകരും എല്ലാ വിഷയങ്ങളുടെയും അടിപൊളി കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. 100% നിങ്ങൾക്ക് റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. ഓക്കെ, ബ്രൈറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്താലുണ്ടല്ലോ 10 ഇരട്ടി 100 ഇരട്ടി ഞങ്ങൾ തിരിച്ച് സപ്പോർട്ട് തരും. 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.